ടീം സതീശനിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനം ആയിട്ടില്ല. എങ്കിലും പല പേരുകളും ഇതിനകം തന്നെ ഉറച്ചു കഴിഞ്ഞു. കോൺഗ്രസിൽ നിന്ന് സതീശനെ കൂടാതെ കെ മുരളീധരൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, എം ലിജു, PC വിഷ്ണുദ തുടങ്ങിയവരുടെ പേരുകൾ ഇതിനകം തന്നെ ഉറച്ചു കഴിഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെയും പേരുണ്ട്. അതേസമയത്ത് തന്നെ 2 വനിതാ പ്രാതിനിധ്യം വേണമെന്നുള്ള ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം നിലവിലുണ്ട്. SC/ST വിഭാഗത്തിൽ നിന്ന് 2 പേർ വേണമെന്നുള്ള നിർദ്ദേശവുമുണ്ട്. അതിനനുസരിച്ചുള്ള പട്ടിക അന്തിമമാക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് മുസ്ലിം ലീഗ് 5 മന്ത്രിമാർ വേണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. ലീഗുമായുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ PK കുഞ്ഞാലിക്കുട്ടിയും PMA സലാമും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. VD സതീശനും സണ്ണി ജോസഫും ഇന്ദിരാഭവനിലുണ്ട്. ലീഗ് നേതാക്കളുമായി ചർച്ച നടക്കുകയാണ്. ഈ ചർച്ച അതിനിർണായകമാണ്. ഇതിലായിരിക്കും 4 മന്ത്രിമാർ വേണം, 4 മന്ത്രിമാർ മതി എന്നുള്ള കോൺഗ്രസിന്റെ നിർദ്ദേശം ലീഗ് അംഗീകരിക്കുമോ ഇല്ലയോ എന്നറിയുവാനുള്ളത്. സാരംഗ് സുധാകരൻ ചേരുകയാണ് ഇപ്പോൾ ഇന്ദിരാഭവനിൽ നിന്ന്. സാരംഗ്, കുറച്ചു നേരമായല്ലോ ചർച്ച തുടങ്ങിയിട്ട്. ലീഗ് നേതാക്കളുടെ ഒരു പ്രഖ്യാപനം ഇതിൽ പ്രതീക്ഷിക്കണോ? 5ാം മന്ത്രി എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ ലീഗ് ഇപ്പോഴും. മഞ്ജുഷ, തീർച്ചയായും ആ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അരമണിക്കൂറോളമായി ഇപ്പോൾ ലീഗ് നേതാക്കന്മാരെല്ലാവരും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കന്മാർ ഇവിടേക്ക് എത്തിയിട്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. അതിനു മുൻപ് RSPയായും കേരള കോൺഗ്രസുമായുള്ള ചർച്ചകൾ പുരോഗമിച്ചിരുന്നു. ആ സമയത്ത് കേരള കോൺഗ്രസ് PJ ജോസഫ് അകത്തേക്ക് പോകുമ്പോഴും വരുമ്പോഴും പറഞ്ഞത് 2 മന്ത്രിസ്ഥാനം എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ചർച്ച നാളെയും തുടരും. അതായത് ഇന്ന് തീരുമാനമായില്ല എന്ന് തന്നെയായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. അതിനുശേഷമാണ് ലീഗുമായിട്ടുള്ള ചർച്ച ഇപ്പോൾ തുടരുന്നത്. 5ാം മന്ത്രിസ്ഥാനം ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ അതിലൊരു സമവായം ഉണ്ടാകും എന്ന കാര്യത്തിൽ അൻവർ സാദത്തിന്റെ അടക്കം മന്ത്രിസ്ഥാനം അപ്പോൾ ചോദ്യചിഹ്നത്തിലായി നിൽക്കാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇതിലൊരു സമവായത്തിലേക്ക് എത്തും? AICCയുമായി ബന്ധപ്പെട്ടടക്കം ഇതിൽ നേതാക്കന്മാരെ ഘടകകക്ഷികളെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. ലീഗുമായിട്ടുള്ള ചർച്ച പ്രധാന സഖ്യകക്ഷിയാണ്. VD സതീശനുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സഖ്യകക്ഷി കൂടി ആയതുകൊണ്ട് അവരെ കൂടുതൽ നിരാശപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയും കുറവാണ്. അങ്ങനെയാണെങ്കിൽ 5ാം മന്ത്രിസ്ഥാനം ലീഗിലേക്ക് എത്താനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആരെ പേരാണ് അതിൽ നിന്നും മറ്റ് ഘടകകക്ഷികളിൽ നിന്ന് ആരെ പേരായിരിക്കും അതിൽ നിന്ന് ഒഴിവാവുക എന്ന കാര്യത്തിലും ഇപ്പോൾ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നാളെ വൈകുന്നേരം 3 മണിയോടുകൂടി തന്നെ ഗവർണർക്ക് പട്ടിക കൈമാറേണ്ടതുണ്ട്. തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ നടക്കുന്നത്. അന്ന് തന്നെ മുഴുവൻ മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ നടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി വൈകിയും ഈ ചർച്ച തുടരാനൊരു സാധ്യതയുണ്ട്. കാരണം ടീം UDF ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ പോലും ഘടകകക്ഷികളായിട്ടുള്ള ഒരു ഐക്യമില്ല എന്ന ഒരു ചിത്രം പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് UDFന്റെ നേതൃത്വത്തെ തന്നെ വലിയ ആശങ്കയിലാക്കും. AICCയും അക്കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ചയിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ലീഗുമായി ബന്ധപ്പെട്ട, അതായത് ലീഗ് പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള ലീഗ് 5ാം മന്ത്രിസ്ഥാനത്തിലേക്ക് ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ അത് തീരുമാനത്തിലേക്ക് എത്തും അതിനുവേണ്ടിയുള്ള സമവായം. എന്തായാലും അല്പസമയം കൂടി കാത്തിരിക്കാം. ലീഗുമായുള്ള ചർച്ച തുടരുകയാണ്. ശ്രീ ആനന്ദ് കൊച്ചുകുടി, 5ാം മന്ത്രി ലീഗിന് കിട്ടുമെന്നാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അല്ല, 5ാം മന്ത്രി ലീഗിന് കഴിഞ്ഞ തവണ കിട്ടിയത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അന്ന് 4 മന്ത്രിയും ഒരു മറ്റ് ക്യാബിനറ്റ് റാങ്കും അത് ഡെപ്യൂട്ടി സ്പീക്കറോ ചീഫ് വിപ്പോ എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് 2001 കാലഘട്ടത്തിലെ അവിടെ നിന്നാണ് 2011 ഈ മഞ്ഞളാകുഴിക്ക് അലിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കണമെന്ന വിഷയവും പിന്നീട് മറ്റ് ചില പരിഗണനകളും വെച്ച്, അതായത് ആ മന്ത്രിസഭയിൽ നിയമസഭയിൽ 20 അംഗങ്ങൾ ലീഗിനുണ്ടായിരുന്നു. കോൺഗ്രസിനാകെ 38 ഉണ്ടായിരുന്നുള്ളൂ. CPMന് ഒറ്റയ്ക്ക് 45, PT റഹീമും ജലീലും കൂടെ കൂട്ടി 47, 9 സീറ്റ് ആ നിയമസഭയിൽ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ലീഗിന് വിലപേശാനുള്ള ഒരു സാഹചര്യം അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ പോലെ അല്ല ഇന്നത്തെ സാഹചര്യം. ലീഗിന് വിലപേശാനുള്ള സാഹചര്യമില്ല. അപ്പോൾ 2001 ആ ഒരു പ്രസിഡന്റിലേക്ക് 2011 പ്രസിഡന്റിൻ്റെ ഒരു തനിയാവർത്തനം എന്ന രീതിയിൽ വേണമെന്നില്ല. 2001 തിരിച്ചു പോകാവുന്നതാണ്. പക്ഷേ അപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ലീഗിന് ഒരു സീറ്റ് കുറവ് കൊടുത്താൽ അതിന് മറ്റ് തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ 5ാം മന്ത്രി കൊടുത്താൽ അതിനും വ്യാഖ്യാനങ്ങൾ വരും. ഒരു സീറ്റ് ഒരു മന്ത്രിസ്ഥാനം കുറഞ്ഞാൽ അതിനും വ്യാഖ്യാനങ്ങൾ വരും. പക്ഷേ കേരള കോൺഗ്രസിന് ഒരു മന്ത്രിസ്ഥാനം എന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ ലീഗിനും വേണമെങ്കിൽ 4 മന്ത്രിസ്ഥാനം എന്ന നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം അതുകൊണ്ടായിരിക്കും നാളെയും ചർച്ച തുടരുമെന്ന് ജോസഫ് പറയുന്നത്. ലീഗിന് 5 കൊടുത്താൽ ഞങ്ങൾക്ക് 2 വേണമെന്ന് സ്വാഭാവികമായിട്ടും ജോസഫ് ഉന്നയിക്കും. അത് തർക്കമില്ലാത്ത കാര്യമാണല്ലോ. അത് മാത്രമല്ല,
ഈ മന്ത്രിസഭയിൽ 21 മന്ത്രിമാർ മുഖ്യമന്ത്രി അടക്കമുള്ളപ്പോൾ ഈ 10 പേരെങ്കിലും ഹൈന്ദവ സമുദായത്തിലെ അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിലെയും മറ്റ് 10 പേർ ന്യൂനപക്ഷ സമുദായത്തിലെയും എന്ന രീതിയിലാണ് നോക്കുന്നതെങ്കിൽ ലീഗിന് 5 മന്ത്രിമാരെ കൊടുത്താൽ മറ്റൊരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു മന്ത്രിയെ കോൺഗ്രസിന് ആ ഒരു മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ തന്നെ ബുദ്ധിമുട്ട് വരും. 2011 ആര്യാടൻ മുഹമ്മദിനെ ഉൾപ്പെടുത്തിയത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ അതുപോലെ ഈ പിന്നെ ഇതുപോലെയുള്ള സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയൊക്കെ മുറവിളി ഉയർത്തും. അതായത് ഇവിടെ ഹൈന്ദവർക്ക് ഒരു രക്ഷയുമില്ല, ഇവിടെ ഹിന്ദുക്കളെല്ലാം വേട്ടയാടപ്പെടുന്നു, ഇവിടെ ഇനിയിപ്പോൾ BJP വരണമെന്ന് ഭംഗ്യന്ത്രയാണ് വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ 10 മന്ത്രിമാരിൽ കൂടുതൽ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന്, ക്രൈസ്തവ മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്നാൽ അങ്ങനെയുള്ള കളികൾ ഇവിടെ അരങ്ങേറി. 2011 മുതൽ 14 വരെ അരങ്ങേറി. അവസാനം BDJS 2015 ഉണ്ടാക്കിയതുപോലെയുള്ള കാര്യങ്ങൾ ഇവിടെ NSSനെയും വെച്ച് പല തരത്തിലുള്ള കളികൾ ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ സതീശനാണല്ലോ മുഖ്യമന്ത്രിയായിട്ട് വന്നത്. അതിൽ തന്നെ സുകുമാരൻ നായർക്കുമൊക്കെ നീരസമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ലീഗിന് 4 മന്ത്രിമാർ, ജോസഫിന് ഒരു മന്ത്രി എന്ന രീതിയിലാണെങ്കിൽ മറ്റ് കോൺഗ്രസിൻ്റെ ഒരു ക്രൈസ്തവ അല്ലെങ്കിൽ ഒരു മുസ്ലിം മന്ത്രിക്ക് ഈ മന്ത്രിസഭയിൽ ചേരാൻ പറ്റും. ഇപ്പോൾ ഈ ടേം വ്യവസ്ഥ എന്ന് പറയുന്നത് മറ്റ് ഒരു പ്രശ്നമാണ്. അത് എനിക്ക് തോന്നുന്നു അതും ഒരു വിചിത്രമായ ഒരു പ്രസിഡൻ്റാണ്. പിണറായി വിജയൻ്റെ 2ാമത്തെ ടേമിൽ സെറ്റ് ചെയ്ത ഒരു കാര്യമാണ്. അന്ന് CPMന് ഇത്രയും അംഗങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട്. പക്ഷേ അന്ന് കോൺഗ്രസ്സുകാർ അതിനെ കളിയാക്കുകയും അതിനെ പരിഹസിക്കുകയും ചെയ്ത കോൺഗ്രസ്സുകാർ ഇപ്പോൾ വീണ്ടും ആ ടേം വ്യവസ്ഥ കൊണ്ടുവരികയാണെങ്കിൽ അത് വിചിത്രമായിരിക്കും. ഇപ്പോൾ ഈ മന്ത്രിമാരായിട്ട് ഒറ്റ അംഗ പാർട്ടികളിൽ നിന്നുള്ള ആൾക്കാരെല്ലാം വിവിധ സമുദായങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ്. ഇപ്പോൾ CP ജോൺ, അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണ്, വിശ്വാസിയല്ല എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം ഒരു മാർത്തോമക്കാരനാണ്. അനൂപ് ജേക്കബ് യാക്കോബായക്കാരനാണ്. ചാണ്ടിയുമ്മനെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഓർത്തഡോക്സുകാരനാണ്. മാണി സി കാപ്പൻ സിറിയൻ കത്തോലിക്കനാണ്. ഷിബു ബേബി ജോൺ ലത്തീൻ സമുദായമാണ്. അങ്ങനെ ഇവർക്ക് പല സൗകര്യങ്ങളുമുണ്ട്. അതായത് ഇവരെല്ലാം ഏതെങ്കിലുമൊക്കെ വിവിധ സമുദായത്തിൻ്റെ ആൾക്കാരായതുകൊണ്ട് എല്ലാവർക്കും റെപ്രസെൻറ്റേഷൻ കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇവർ നോക്കുന്നതെങ്കിൽ കോൺഗ്രസ് അങ്ങനെയൊക്കെയാണല്ലോ. ഇവിടെ CPMന് 10 നായന്മാരെ മന്ത്രിസഭയിൽ എടുക്കാം, ആരും ചോദ്യം ചെയ്യില്ല. പക്ഷെ കോൺഗ്രസിന് ഇതെല്ലാം അംഗസംഖ്യ കൃത്യമായില്ലെങ്കിൽ ഇവിടെ നാളെ തൊട്ട് ഹൈന്ദവർക്ക് രക്ഷയില്ല. നാളെ തൊട്ട് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി മീഡിയ കൊണ്ട് അവർ 4 മന്ത്രിമാരിൽ കൂടുതൽ മുസ്ലിം ലീഗിന് കൊടുത്തില്ലെങ്കിൽ അവർ മറ്റൊരു ആഖ്യാനം ചമയ്ക്കും. അങ്ങനെ ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പോൾ കോൺഗ്രസിന് ഇതിൻ്റേത് ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. തുടക്കത്തിൽ കല്ലുകടി ഒഴിവാക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഒരു ഫോർമുല വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തുകൊണ്ട് 4 മന്ത്രിമാരെന്ന ഒരു കോംപ്രമൈസ് ഫോർമുല കൊടുത്താൽ അത് ചിലപ്പോൾ അവർ അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോഴും അത് നടക്കുമെന്നറിയില്ല. ശരി, ശ്രീജിത് പണിക്കർ, സാമുദായിക സമവാക്യം അത് രൂപപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണല്ലോ ഇപ്പോൾ ഈ മന്ത്രിസഭാ രൂപീകരണത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. അതല്ലേ ഇപ്പോൾ ഈ ഘടകകക്ഷി മന്ത്രിമാരുടെ കാര്യത്തിൽ പോലും ഘടകകക്ഷികൾക്ക് എത്ര മന്ത്രിസ്ഥാനം, ലീഗിന് എത്ര, ജോസഫിന് എത്ര, ഇക്കാര്യത്തിലൊരു തീരുമാനം വരാത്തതിന് കാരണവും ഇത് തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വെറുതെ വേണമെങ്കിൽ വലിയ നെടുങ്കൻ ഡയലോഗിന് വേണ്ടിയിട്ട് പറയാം, അതാ നോക്കൂ, ജോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൾ ജയിച്ചു വന്നിരിക്കുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് നിന്നാണ് എന്നൊക്കെ, അത് കേരളത്തിലുള്ള പൊതുവായിട്ടുള്ള സെക്യുലറിസത്തിൻ്റെ ഒരു പ്രതീകമാണ് എന്ന രീതിയിലത്തേക്കൊക്കെ തന്നെ ഡയലോഗ് അടിക്കാം. അത്തരത്തിലുള്ള ഡയലോഗിനെ ഏറ്റുപാടുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും സ്ഥാനാർത്ഥി നിർണയത്തിലാണെങ്കിലും അതേപോലെ മന്ത്രിസഭ രൂപീകരണത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് പ്രാതിനിധ്യത്തിന് വേണ്ടിയിട്ടാണ്. ഓരോ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എത്ര എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ലീഗിന് 5 മന്ത്രിസ്ഥാനം കൊടുക്കുന്നുവെന്ന് കരുതിക്കോളും. അങ്ങനെയാണെങ്കിൽ തന്നെ കോൺഗ്രസിൽ നിന്നുള്ള മുസ്ലിം മന്ത്രി ആര് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്തയുണ്ട്. അതായത് ലീഗിൻ്റെ മുസ്ലിം മന്ത്രിമാർ ഒരു സെപ്പറേറ്റ് കാറ്റഗറിയാണ്, കോൺഗ്രസിന് പ്രത്യേകമായിട്ട് വേറെ മുസ്ലിം മന്ത്രിമാരുണ്ടാകണം. ക്രിസ്ത്യൻസ് ഉണ്ടാകുന്ന സമയത്ത് ഏതെങ്കിലും ക്രിസ്ത്യൻ റെപ്രസെൻറ്റേഷൻ പോരാ, മറിച്ച് സഭകളുടെ പ്രാതിനിധ്യം നോക്കിയതിന് ശേഷം വേണമെന്ന് നൽകാൻ എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യമുണ്ട്. പലപ്പോഴും LDF ഇൻക്ലൂസീവ് എന്നേ പറയുകയുള്ളൂ കേട്ടോ. ജി വി ഹരി ഇവിടെ പറഞ്ഞിരുന്നു, ഡോക്ടർ ജി വി ഹരി പറഞ്ഞിരുന്നു, അതൊരു ഇൻക്ലൂസീവ് ആണ് കോൺഗ്രസ് എന്നതിൻ്റെ ഒരു വ്യക്തമായ സന്ദേശമാണെന്നാണ്. അല്ല, നമുക്ക് രണ്ടും കൂടി പറയാൻ പറ്റില്ല. അതായത് നമ്മൾ സാമുദായിക സംഘടനകളെയൊക്കെ തന്നെ സുഖിപ്പിച്ചതിന് ശേഷം മാത്രമേ ഭരണത്തിലിരിക്കാൻ കഴിയുകയുള്ളൂ എങ്കിൽ SNDP നേതാക്കന്മാരെയും NSS നേതാക്കന്മാരെയും ഒക്കെ തന്നെ നമ്മൾ വിമർശിക്കുന്നതിനും അങ്ങനെയാണെങ്കിൽ തടയിടേണ്ടതാണ്. കാരണം അവിടെ നോക്കുകയാണെങ്കിൽ സാമുദായിക പരിഗണനയാണ്. ഇപ്പോൾ ആത്മീയ നേതൃത്വം എന്ന് പറയുന്നത്, ഇപ്പം ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയ നേതൃത്വം എന്ന് പറയുന്നത് പാണക്കാടാണ്.
അതേപോലെ ഓരോ സഭകളുമായി ബന്ധപ്പെട്ട് അതിന് കൃത്യമായിട്ടുള്ള ആത്മീയ നേതൃത്വമുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഓരോരോ ഡയസിസ് ഉണ്ട്, അതിൻ്റെ ആൾക്കാരുണ്ട്. അതേപോലെ ഒരു കാര്യം ഹിന്ദു മതത്തിലുള്ള പല ആൾക്കാർക്കും ഇല്ല. സാമുദായിക സംഘടനകൾ മാത്രമാണ്, അത് ആത്മീയ നേതൃത്വം എന്ന രീതിയിലത്തേക്ക് അറിയപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ആത്മീയ നേതൃത്വത്തിന് കൊടുക്കുന്ന അതേ പരിഗണന ഇവിടെയുള്ള സാമുദായിക നേതൃത്വത്തിനും കൊടുക്കേണ്ടതാണ്. അങ്ങനെയൊന്നും അല്ല നടക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി നമുക്കറിയാം. ഫൈനലി ഇതെല്ലാം തന്നെ ഒരു അപ്പീസ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഇപ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്ക് അല്ലെങ്കിൽ മാർത്തോമ സഭയ്ക്ക് ഇത്ര ആൾക്കാരെ മന്ത്രിമാരായിട്ട് കൊടുത്തു എന്നതുകൊണ്ട് ഡയറക്ട്ലി ഓർത്തഡോക്സുകാർക്കോ മാർത്തോമക്കാർക്കോ എന്താണ് ഗുണം, അല്ലെങ്കിൽ 5 മുസ്ലിം മന്ത്രിമാരെ കൊടുത്തത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്താണ് ഗുണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടിയൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഒരു ഒപ്റ്റിക്സ് ആണ്. ഇപ്പോൾ ദളിത് വിഭാഗവുമായി ബന്ധപ്പെട്ട 1-2 മന്ത്രിമാരെ കൊടുക്കുക, സ്ത്രീകൾക്ക് 1-2 റെപ്രസെന്റേഷൻ കൊടുക്കുക എന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദളിത് ഉന്നമനം ഇവിടെ സാധ്യമാക്കുന്നുണ്ട് എന്ന അർത്ഥമുണ്ടോ? സ്ത്രീകൾക്ക് ശാക്തീകരണം നടത്തുന്നു എന്നുള്ള ഒരു അർത്ഥമുണ്ടോ? അതൊന്നുമില്ല. ഇതൊക്കെ പോളിസികളിലാണ്, നയരൂപീകരണത്തിലാണ് കാണേണ്ടത്. പിന്നെ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായിട്ട് ഏറെക്കുറെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ഭൂരിപക്ഷം ഉള്ളപ്പോൾ പോലും അതിലുള്ള പ്രധാനപ്പെട്ട സഖ്യകക്ഷികളൊക്കെ തന്നെ ഫ്ലെക്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 22 MLA-മാരുള്ളപ്പോൾ 5 സീറ്റുകൾക്ക് 1 മന്ത്രിസ്ഥാനം എന്ന് പറയുന്ന ഫോർമുല പോലും ഒരുപക്ഷെ മുസ്ലിം ലീഗിന് സ്വീകാര്യമല്ലാത്തതും 5 മന്ത്രിമാർ ഞങ്ങൾക്ക് വേണം എന്നൊക്കെ തന്നെ നിർബന്ധം പിടിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. ഇപ്പോൾ മഞ്ജുഷ് ഇവിടെ ശരിയായി സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗ് 5 മന്ത്രിമാരെന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല എങ്കിൽ ജോസഫ് വിഭാഗവും പറയാൻ ലീഗ് നേതാക്കൾ ചർച്ചയ്ക്ക് ശേഷം ഇറങ്ങിയിരിക്കുകയാണ്. അവർ മാധ്യമങ്ങളെ കാണുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി. അല്ല, ഈ തീര എന്ന് പറയുന്നത് അനൗൺസ് ചെയ്യേണ്ടത് UDF ആണ്, ഞങ്ങളല്ല. ഞങ്ങളുമായിട്ടുള്ള ഡിസ്കഷൻ ഇന്നത്തേത് കഴിഞ്ഞു. നാളെ ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ഇല്ലേ എന്നുള്ളത് എല്ലാവരുമായിട്ടുള്ള സംസാരം കഴിഞ്ഞില്ലേ അവർക്ക് അന്തിമമായി പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു മിനിറ്റ് ഞങ്ങള് ആ വക കാര്യങ്ങളെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരു ജോയിന്റ് ഡിസ്കഷന് ശേഷമേ വി ആർ സപ്പോസ് ടു സേ എനിത്തിങ്. എന്ത് പറയണമെങ്കിലും അല്ല, അതെ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണല്ലേ. ഞാൻ പറഞ്ഞു നാളെ ഞങ്ങൾ ഇരിക്കും സ്വാഭാവികമായിട്ട്. അതായത് UDF-ന്റെ തീരുമാനം UDF എല്ലാം അപ്രൂവ് ചെയ്യുമ്പോൾ എല്ലാ കക്ഷികളുമായിട്ടുള്ള ഡിസ്കഷൻസ് കഴിഞ്ഞിട്ടേ UDF-ന്റെ തീരുമാനം അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങളുടെ ഡിസ്കഷന്റെ ഡീറ്റെയിൽസ് വി ആർ നോട്ട് സപ്പോസ് ടു സേ. ഒന്നും പറയാൻ പാടില്ല. അതാണ് നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ നിങ്ങളെ സൂത്രങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. അതന്നെ ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളെ സൂത്രങ്ങളാണ്, അതിൽ ഞങ്ങൾ വീഴുന്നില്ല. നിങ്ങൾ വഴി എന്നാണ് പോവാൻ. ഒരു കാര്യം വ്യക്തമാണ്, ലീഗിന്റെ 5ാം മന്ത്രിയിൽ തീരുമാനമായില്ല. അതല്ലായിരുന്നുവെങ്കിൽ 5 മന്ത്രിമാർ എന്നുള്ള കാര്യം പ്രഖ്യാപിക്കുന്നതിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ലീഗിന്റെ 5ാം മന്ത്രിയിൽ തീരുമാനമായിട്ടില്ല. ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച തുടരും. കോൺഗ്രസ് മറ്റ് കക്ഷികളുമായിട്ടുള്ള ചർച്ച തുടരും. അതിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേരത്തെ തന്നെ പറഞ്ഞത് നാളെയും ചർച്ച തുടരുമെന്ന്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും അത് തന്നെ പറയുന്നു. കൂട്ടായ ഒരു തീരുമാനത്തിലേക്ക് വരേണ്ടതുണ്ട്. ഇപ്പോൾ വ്യക്തമാണല്ലോ ഇതിലെ 5ാം മന്ത്രി സിബി തീരുമാനമായില്ല എന്ന് തന്നെയല്ലേ? അതെ, തീരുമാനമായില്ല എന്നാണ് അവരുടെ ശരീരഭാഷ തെളിയിക്കുന്നത്. ചർച്ച തുടരും എന്ന് തന്നെ കൃത്യമായി പറയുന്നുണ്ട്. അല്ല, നിലവിൽ 4 ഉള്ളൂ എന്നുള്ള സന്ദേശം ലീഗിന് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പിന്നെ ഒരു ഭരണഘടനാ പദവി കൂടി നൽകും. അങ്ങനെയാണ് നേരത്തെയുള്ള ഒരു രീതി. അപ്പോൾ ഇത്തവണ എന്തെങ്കിലും മാറ്റമുണ്ട്? കാരണം ഇതിൽ വലിയ പ്രശ്നമുണ്ട് മഞ്ജുഷയിനകത്ത്. അതായത് നിലവിൽ VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത് ലീഗിൻ്റെ വളരെ ശക്തമായ പിന്തുണ കൊണ്ടാണ് എന്നുള്ളത് വളരെ പരസ്യമായ രഹസ്യമാണ്. അപ്പം ഇത് എല്ലാവർക്കും അറിയുകയും ചെയ്യും. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് 5ാം മന്ത്രി സ്ഥാനത്തേക്ക് ശ്രീ VD സതീശൻ കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ അത് തുടക്കം മുതൽ തന്നെ ലീഗിൻ്റെ എല്ലാ സമ്മർദ്ദ തന്ത്രങ്ങൾക്കും VD സതീശൻ വഴങ്ങുന്നു എന്ന് പറയുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കും. അത് നിലവിൽ തുടക്കത്തിൽ തന്നെ കല്ലുകടിയാവുകയും ശ്രീ VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ടുള്ള പാതയിൽ ഒരു വലിയ പ്രതിസന്ധി തീർക്കുകയും ചെയ്യും. എന്ന് മാത്രവുമല്ല, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടി എന്ന് പറയുന്നത് ജോസഫ് ഗ്രൂപ്പാണ്. 8 സീറ്റുകളിൽ മത്സരിച്ച് 7 സീറ്റുകളിൽ വിജയിച്ചു.
ഈ 7 സീറ്റുകളിൽ വിജയിച്ച് അവർ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാർ കൊടുക്കുകയാണെങ്കിൽ അവർ 2 മന്ത്രിമാരെ സ്വാഭാവികമായിട്ട് ആവശ്യപ്പെടും. അത് നിഷേധിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ആ സാഹചര്യത്തിൽ ബുദ്ധിമുട്ട് വേണ്ടി വരും. അങ്ങനൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിലുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഇവർക്കെല്ലാം വീതം വെച്ച് കഴിയുമ്പോൾ കോൺഗ്രസിന് ആവശ്യാനുസരണം മന്ത്രിമാരെ കിട്ടാത്തൊരവസ്ഥ വരും. ഇപ്പം തന്നെ നമ്മൾ വളരെ രസകരമായൊരു ഒരു മാത്തമാറ്റിക്സ് ഉണ്ട്. അതായത് നമ്മൾ നോക്കുക, 4 മന്ത്രിമാർ ലീഗിൽ നിന്ന് വരുന്നു. കോൺഗ്രസ് ഒരു മുസ്ലിം മന്ത്രിയെ കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഘടകകക്ഷികളിലേക്ക് വരികയാണെങ്കിൽ എല്ലാ ഘടകകക്ഷി മന്ത്രിമാരും ക്രിസ്ത്യൻ സമുദായത്തിൽ, ഒരുവിധപ്പെട്ട എല്ലാ ഘടകകക്ഷി മന്ത്രിമാരും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരാണ്. ഉദാഹരണമായിട്ട് മാണി സി കാപ്പൻ, അനൂപ് ജേക്കബ്, ജോസഫ് ഗ്രൂപ്പ്, RSP, CP ജോൺ, ഇവരെല്ലാം ക്രിസ്ത്യൻ സമുദായത്തിൽ വരുന്നവരാണ്. അപ്പോൾ 5 പേര് ഓൾറെഡി ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് വന്നു കഴിഞ്ഞു. ഇനി കോൺഗ്രസിനകത്ത് തന്നെ സണ്ണി ജോസഫിൻ്റെ പേര് വരുന്നുണ്ട്, ചാണ്ടി ഉമ്മൻ്റെ പേര് സജഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാകുമ്പോഴത്തേന് ക്രിസ്ത്യൻ സമുദായങ്ങളുടെ എണ്ണം 7 ഉയരാൻ സാധ്യതയുണ്ട്. അപ്പം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൽ ഓൾറെഡി 4 മന്ത്രിമാരുണ്ട്. അതുകൂടാതെ ഈ പറഞ്ഞതുപോലെ അൻവർ സാദത്തിനെയോ സിദ്ദിഖിനെയോ ഷാനിമോൾ ഉസ്മാനെയോ കോൺഗ്രസിൽ നിന്ന് വരുന്നതിനകത്ത് ഇതൊരു വലിയ സാമുദായിക പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള വലിയ സാധ്യതയാണ്. അപ്പം ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വാർത്ത എന്ന് പറയുന്നത് ലീഗിന്റെ 5ാം മന്ത്രി ആവശ്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണ്. 4 മന്ത്രിമാർ എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നാളെയും ചർച്ച തുടരുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നു. പക്ഷേ 5 മന്ത്രിമാർ വേണം എന്ന നിലപാടിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുകയാണ്. ഡോക്ടർ GV ഹരി, പഴയ 5ാം മന്ത്രി വീണ്ടും ഒരു പ്രശ്നമായി മാറുകയാണോ? ഒരു പ്രശ്നമില്ല. ഇതൊക്കെ നിങ്ങളുടെ ഊഹാപോഹങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കല്പങ്ങളും ഒക്കെയാണ്. അല്ല, ഇത്തവണ ലീഗിന് നൽകില്ല എന്നാണ് അല്ലേ ഈ കാര്യങ്ങൾ എടുത്തിട്ടില്ല എന്ന് ഇപ്പോൾ തന്നെ പറഞ്ഞല്ലോ. ഇനിയും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾക്കൊരു കാര്യം ഞാൻ ബോധ്യപ്പെടുത്താം. ഞാൻ തൽക്കാലം ഈ എല്ലാവരുടെയും ജാതിയും മതവും ഒക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഇവരുടെ എല്ലാം മെറിറ്റ് എടുത്ത് നോക്കൂ. ഇപ്പോൾ വരാൻ പോകുന്ന നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ വളരെ മെറിറ്റോറിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ തലത്തിലും, അത് വിദ്യാഭ്യാസ യോഗ്യതയുടെ കാര്യത്തിലാണെങ്കിലും ശരി, പൊതുജനങ്ങളുടെ അവിടെ പൊതുപ്രവർത്തന രംഗത്താണെങ്കിലും ശരി തന്നെ, ജനകീയ ഇടപെടലുകളിലാണെങ്കിലും തന്നെ ഇവരെല്ലാം മിടുക്കന്മാരായിട്ടുള്ള ആളുകളാണ്. നമ്മൾ അവരുടെ ജാതിയും മതവും മാത്രം നോക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അത്തരത്തിൽ അല്ല, ഞാൻ പറയട്ടെ, അത് മാത്രമല്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഓരോ ആളുകളോട് ചോദിച്ചാൽ പോരെ ഇന്ന ആളുകളെ തരണമെന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെയല്ലല്ലോ. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിരിക്കുന്ന MLA-മാരിൽ ആദ്യം നമ്മൾ നോക്കുന്നത് അവരെ എത്രത്തോളം നന്നായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും, ഒരു വകുപ്പ് എത്രത്തോളം ഭംഗിയായി കൊണ്ടുപോകും. ഈ കാര്യങ്ങളൊക്കെയാണ് പ്രാഥമികമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ആളുകളുടെയാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അതിനുശേഷം നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു തോട്ടാണ് എപ്പോഴും കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. എല്ലാവരെയും ഉൾക്കൊണ്ടുപോവുക. അത് ഒരു പ്രത്യേക വിഭാഗത്തിനെ മാത്രമല്ല, എല്ലാ വിഭാഗങ്ങളെയും. അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് എപ്പോഴും ഈ സെക്യുലർ എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ പറയുന്ന എല്ലാ വിശ്വാസങ്ങളും നമുക്കാകാം, ഏതെങ്കിലും ഒരു പ്രത്യേക വിശ്വാസത്തിൽ മാത്രമല്ല, അവരവരുടെ വിശ്വാസങ്ങളെല്ലാം ആകും. അതുതന്നെയാണ് നമ്മളിവിടെ ഇപ്പോൾ ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോഴും നേരത്തെ ഇവിടെ ഇത്തരത്തിലുള്ള ആശങ്കകൾ, ഇപ്പോൾ CB സത്യൻ പറയുന്നത് പോലുള്ള, അല്ലെങ്കിൽ മറ്റ് പല ആളുകളും നിരീക്ഷിക്കുന്നത് പോലുള്ള ആശങ്കകൾ ആളുകൾക്കിടയിൽ ഉണ്ടാകുമെന്നുള്ളതിൻ്റെ ബോധ്യം ഞങ്ങൾക്കും ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പരിഗണിച്ച് തന്നെയായിരിക്കും നാളെ നമ്മൾ വളരെ കൃത്യമായി തന്നെ ഇത് നമ്മൾ ഗവർണർക്ക് കൊടുക്കുമ്പോൾ. അതിന് മുമ്പ് നിങ്ങൾക്ക് തന്നെ ആ ലിസ്റ്റ് കിട്ടും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇതെല്ലാം നാളെ കഴിഞ്ഞോടുകൂടി പിന്നെ എല്ലാവരും മന്ത്രിമാർ മാത്രമാണ്. ആ മന്ത്രിമാർ എത്രത്തോളം നന്നായി പെർഫോം ചെയ്യുന്നു, ആ മന്ത്രിമാർ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം പദ്ധതികളും പരിപാടികളും നടപ്പാക്കാൻ പോകുന്നത് മാത്രമായിരിക്കും കേരളം ചർച്ച ചെയ്യുന്നത്. അല്ലാതെയുള്ള ചർച്ചകൾക്കൊന്നും കേരളത്തിൽ വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീജിത്ത് നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഞാൻ അപ്പോൾ പറയുകയും ചെയ്തു, ഡോക്ടർ GV ഹരി അതിനെ ഇൻക്ലൂസിവിറ്റി എന്നുള്ള കാര്യം തന്നെ പറയുകയുള്ളൂ എന്ന്. പക്ഷെ അദ്ദേഹം അതിൻ്റെ ഈ കോൺഗ്രസിലെയും UDF-ലെയും പതിവ് രീതിയാണ് പറഞ്ഞത്, സാമുദായിക സമവാക്യം ഒപ്പിക്കുക എന്നുള്ള കാര്യം. അല്ല, ഞാനത് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മഞ്ജുഷ, നമ്മൾ കാലം മാറി വരികയല്ലേ. കാലം മാറി വരുന്നതനുസരിച്ചുള്ള മാറ്റങ്ങൾ, എല്ലാ കാലത്തും ഒരേ ശൈലിയും സമീപനവും നമുക്ക് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ ആ ശൈലിയും സമീപനത്തിലുള്ള വ്യത്യാസങ്ങൾ പാർട്ടിക്കകത്തുണ്ടാവും. പാർട്ടിക്ക് ഈ ഞങ്ങളുടെ പാർട്ടിയിൽ മാത്രമല്ല, സമൂഹത്തിനകത്തുണ്ട്. എന്ത് വ്യത്യാസമാണ് ഇപ്പോൾ ഉള്ളത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞില്ല, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള എല്ലാ തലത്തിലും. അതിനകത്ത് ഒരു ജാതിയും മതവും മാത്രമല്ലെന്ന് ഞാൻ പറയുന്നത്. അതിനകത്ത് എനിക്ക് വലിയ വ്യത്യാസം തോന്നുന്നില്ല കേട്ടോ. നേരത്തെ ഉള്ള അതേ രീതിയിൽ വ്യത്യാസം തോന്നുന്നുണ്ടോ താങ്കൾക്ക്? ഇല്ല, എനിക്കത് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൽ ഫണ്ടമെന്റലി പ്രഖ്യാപിച്ചില്ലല്ലോ ശ്രീത്തെ. നമ്മളിതിപ്പോ പറയുന്ന ചർച്ച മാത്രമേ നടക്കുന്നുള്ളൂ. പാർട്ടിക്കകത്തുള്ള ചർച്ചകളിലൊന്നും, അല്ലെങ്കിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടാണ് ഇത് പറഞ്ഞതെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാം. നമ്മൾ പരിഗണനയിലാണ് കാര്യങ്ങളൊക്കെ തന്നെ. അത് വരട്ടെ. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ശ്രീ ഹരി അതിനെ വിമർശിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത് എങ്കിൽ ശ്രീ ഹരി അതിനെ വിമർശിക്കില്ല. ആ സമയത്ത് മറ്റൊരു ന്യായം പറയും. ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ താങ്കൾ പറഞ്ഞിരിക്കുന്നതിൽ ഫണ്ടമെന്റലി ഉള്ള പ്രശ്നം, ഒന്ന് കാലം മാറി വരുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള ശൈലിമാറ്റം ഉണ്ടാകണം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശരിയാണ്, കാലം മാറി. പക്ഷെ എന്ത് ശൈലിമാറ്റം ഉണ്ടായിരിക്കുന്നത്?
നേരത്തെയും സാമുദായിക പരിഗണനകൾ അനുസരിച്ച് ഏതെങ്കിലും ഒരു സഖ്യകക്ഷി ഫ്ലെക്സ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്കുള്ള പ്രാമുഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. അപ്പോൾ എന്ത് ശൈലി മാറ്റം ഉണ്ടായിരിക്കുന്നത്? ഇപ്പൊ ഒരു കാര്യം ഫണ്ടമെന്റലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 60-ലധികം സീറ്റ് കിട്ടിയിരിക്കുന്ന കോൺഗ്രസിന് ആനുപാതികമായിട്ടുള്ള റെപ്രസെന്റേഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു 12 പോർട്ട്ഫോളിയോ എങ്കിലും മുഖ്യമന്ത്രി സഹിതം കോൺഗ്രസിന് കിട്ടേണ്ടതായിട്ടുണ്ട്, ഏറ്റവും ചുരുങ്ങിയത്. അങ്ങനെയാണ് എങ്കിൽ 5-1 എന്ന രീതിയിലല്ലേ? അതുപോലും കറക്റ്റ് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും ഓരോ 5 MLA-മാർക്ക് ഒരു മന്ത്രി എന്ന രീതിയിലത്തേക്ക് വന്നെങ്കിൽ മാത്രമേ 12 സ്ഥാനങ്ങൾ കിട്ടുകയുള്ളൂ. അതിൽ നിന്ന് തന്നെ ഒരാളിനെ മുഖ്യമന്ത്രിയായിട്ട് എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. നേരെ മറിച്ച് മുമ്പ് ലീഗിന് 5ാം മന്ത്രി സ്ഥാനം കിട്ടുന്ന സമയത്ത് കോൺഗ്രസിന് അത്രത്തോളം സീറ്റില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ മിനിസ്ട്രിയെ നിലനിർത്തുന്നതിൽ ലീഗിനുള്ള പ്രാധാന്യം വളരെ കൂടുതലായതുകൊണ്ട് അതിലൊരു മാറ്റം ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കോൺഗ്രസിന് 63 സീറ്റ് കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ ലീഗിന് 5ാം മന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു ബാർഗെയിൻ ഉണ്ടാകുന്ന സമയത്ത് അത് അംഗീകരിച്ചാൽ അത് ഫേവറിറ്റിസമായി പോകും. കാരണം താങ്കൾ രണ്ടാമത് പറഞ്ഞ പോയിന്റ് എനിക്ക് ഫണ്ടമെന്റലി അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞത് മെറിറ്റിനെ കുറിച്ചാണ്. മെറിറ്റിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വന്നിരിക്കുന്ന അത്രയും പേർക്ക് മെറിറ്റ് ഉണ്ട്. നേരത്തെയും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇവിടെ നമ്മൾ ചർച്ച ചെയ്തിരുന്ന ഒരു പ്രശ്നം ശ്രീ ഹരി ഓർക്കുന്നുണ്ടാകും, അത് മെറിറ്റിനെ കുറിച്ച് തന്നെയാണ്. അതായത് ഈ 63 പേര് ജയിച്ചു വന്നിരിക്കുന്നതിൽ മുഖ്യമന്ത്രിയാകാനുള്ള മെറിറ്റ് ഇതിലൊരാൾക്കില്ലാതെ പുറത്തുനിന്ന് ഒരാൾ വരേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ചോദിച്ചത്. അപ്പൊ ആ സമയത്ത് ഈ മെറിറ്റിനെ കുറിച്ച് ശ്രീ ഹരി സംസാരിച്ചില്ല, മറ്റാരും സംസാരിച്ചില്ല. ഇനി മെറിറ്റിന്റെ കാര്യത്തിൽ ഈ വീതം വെപ്പ് വന്നാലോ? താങ്കൾ പറയുന്നത് ശരിയാണ്, ഇപ്പൊ സ്പെക്കുലേഷൻ ആണ്, ശരി തന്നെ. പക്ഷേ ഏതെങ്കിലും രീതിയിൽ മാണി സി കാപ്പനും അനൂപ് ജേക്കബും കൂടി 2.5 വർഷം വീതം സീറ്റ് വീതം വെക്കാനായിട്ട് തീരുമാനിക്കുന്നു എന്ന് കരുതിക്കോളൂ. മന്ത്രി കസേര വീതം വെക്കാനായിട്ട് തീരുമാനിച്ചാൽ, ഹൈപ്പോത്തറ്റിക്കലാണ്, പക്ഷേ അങ്ങനെ വീതം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അനൂപ് ജേക്കബിന് 2.5 വർഷം ഭരിക്കാനുള്ള മെറിറ്റേ ഉള്ളൂ എന്നാണോ? മാണി സി കാപ്പൻ തുടർച്ചയായിട്ട് ടഫ് ഫൈറ്റ് 2 മുന്നണികൾക്കെതിരെ നയിച്ച് ജയിച്ചു വരുന്ന ആളിന് 2.5 വർഷത്തെ മെറിറ്റേ ഉള്ളൂ എന്നാണോ? അങ്ങനെയൊന്നുമല്ല. അപ്പൊ ആത്യന്തികമായിട്ട് ഒരു ശൈലി മാറ്റവും സംഭവിച്ചിട്ടില്ല. കാലം മാറിപ്പോയി എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഇപ്പോഴും വീതം വെപ്പ് നടത്തുന്നത് ഈ രീതിയിലത്തേക്കുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടും ഈ രീതിയിലത്തേക്കുള്ള സാമുദായിക പരിഗണനകൾ നോക്കിയിട്ടുമാണ്. അതിൽ നിന്ന് LDF വ്യത്യസ്തമാണ്, UDF അങ്ങനെ അല്ല. അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് എന്താ പ്രശ്നം? മറ്റൊരു കാര്യം ചെയ്യുമ്പോൾ സാമുദായിക നേതാക്കളിൽ നിന്ന് തന്നെ വിമർശനം കൂടി. ഒരു കമന്റ് പറഞ്ഞോട്ടെ മഞ്ജുഷേ, ശൈലി മാറ്റം ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ ഈ ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണ നോക്കിയും അല്ലെങ്കിൽ സീനിയോറിറ്റി നോക്കിയും ഒക്കെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ഫേസ്ബുക്ക് നോക്കിയും ഫ്ലെക്സ് നോക്കിയും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ഒരു ശൈലി മാറ്റം ഹൈക്കമാൻഡ് കൊണ്ടുവന്നു എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ. ഇന്നലെ വരെ അങ്ങനെ ചെയ്യാത്തതിനെ കുറിച്ച് വിമർശിച്ച സെബി ഇന്ന് രാവിലെ ഞാനത് വിമർശിച്ചില്ല. ഞാൻ അന്നേരം പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ മാധ്യമങ്ങളൊക്കെ സൗകര്യം ജനഹിതം നോക്കിയല്ലേ? നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് അത് ജനഹിതം നോക്കിയാണ്. അതെ അതെ അതെ. ജനങ്ങൾ നേരിട്ട് മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കല്ലോ മഞ്ജുഷേ, തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരും അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനത്തിന്റെ അവസാനം ഇതിനനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഇതിങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങൾ എന്ത് ചെയ്താലും അതിനകത്ത് ഒരു കുറവ് നിങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾ ആരോ പറഞ്ഞതുപോലെ ഈ കൊല്ലാൻ പിടിച്ചാലും ഗിയോ വളർത്താൻ പിടിച്ചാലും ഗിയോ എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് നിങ്ങളുടേത്. മാധ്യമപ്രവർത്തകർ അങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല, ചെയ്തോളൂ. പക്ഷേ ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഇതിനകത്തൊരു കൃത്യമായൊരു സമീപനമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. എല്ലാവർക്കും അർഹമായിട്ടുള്ള പ്രാതിനിധ്യം കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അതിനകത്തൊരു കുറവുണ്ടാൽ തെറ്റാണെന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾക്കില്ല. എല്ലാവരും പറയുന്ന അഭിപ്രായങ്ങൾ, ഇവിടെ ആര് ഒരു അഭിപ്രായം പറഞ്ഞാലും ആ അഭിപ്രായത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ആ കഴമ്പുണ്ടെങ്കിൽ ആ അഭിപ്രായത്തിൽ നമ്മൾ അത് എടുക്കേണ്ടതുണ്ടോ? എങ്കിലും എടുക്കും. തെറ്റുണ്ടെങ്കിൽ ഞങ്ങളെ തിരുത്താം. ഞങ്ങളെ ചീത്ത പറയുന്ന ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് തിരുത്താം. ഞങ്ങൾ നന്നായി പോകണം എന്നാഗ്രഹിക്കുന്നുള്ളൂ. ചില ആളുകളാണെങ്കിൽ പറയില്ല, ഇവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നവർക്കറിയാം. പക്ഷേ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിമർശനങ്ങളുണ്ടാകും. കാരണം ദേ ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ് ഫ്രം അസ്. ഞങ്ങളിൽ നിന്ന് അവരത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളോടത് പറയും. അത് പറയാനുള്ള സ്വാതന്ത്ര്യവും ആ ജനാധിപത്യവും ഇതിനകത്തുണ്ട് എന്നവർക്കറിയാം. അത് ഞങ്ങൾ തിരുത്തും. കൂടുതൽ ഇൻക്ലൂസീവ് ആവുകയും ചെയ്യും. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ വിമർശിക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നും ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ ഇല്ല എന്നാണോ താങ്കൾ കരുതുന്നത്? പിന്നെ ഈ 5ാം മന്ത്രി എന്നുള്ള കാര്യം ലീഗിന്റെ ഒരു അനർഹമായ ചോദ്യമല്ലേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? ലീഗ് അനുഭവിക്കുന്ന ചില സമ്മർദ്ദങ്ങളുണ്ട് ആണികളിൽ നിന്നും. അതായത് ഒരു പ്രസക്തി ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. കാരണം മലബാറിലെ പ്രധാനപ്പെട്ട പാർട്ടിയായി ലീഗിനെ നിലനിൽക്കണമെങ്കിൽ ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ലീഗെന്നും പറഞ്ഞ് മരിച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, മുസ്ലിങ്ങൾ തന്നെയാണ്. അവർക്കിടയിൽ ഒരു സ്ഥാനം നേടിയെടുക്കാൻ
കോൺഗ്രസ് വളരാൻ ആ രീതിയിൽ അനുവദിക്കില്ല. പണ്ട് ആര്യാടൻ മുഹമ്മദ് വളരാനൊരു ശ്രമം നടത്തി മലപ്പുറം ജില്ലയുടെ കിഴക്കൻ ഭാഗത്ത്. എത്രത്തോളം മുട്ടം വെട്ടിയാണ് ലീഗുമായി മുട്ടം വെട്ടി നിന്നാണ് കോൺഗ്രസ് പാർട്ടി ആര്യാടൻ മുഹമ്മദ് ആ ഒരു നിലമ്പൂർ വണ്ടൂർ മേഖലകളിൽ വളർത്തിയെടുത്തത് എന്നോർക്കണം. അവിടെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള മുസ്ലിം മുഖങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ വലിയ വളർച്ച നേടിയെടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ജനസാമാന്യത്തിന് പിന്തുണ കോൺഗ്രസ് പാർട്ടിക്കും ലീഗിനുമായി ആ രൂപത്തിൽ വിഭജിച്ചു പോകുന്നതിനോട് ലീഗ് ഒരുപക്ഷെ അനുകൂലമായി പ്രതികരിക്കില്ല. അതുമാത്രമല്ല, മലപ്പുറത്തെ പാർട്ടി എന്ന നിലയിൽ നിന്നും മലബാറിലെ മൊത്തം പാർട്ടി എന്ന നിലയിലേക്ക് വളരണമെങ്കിൽ കോഴിക്കോട് നിന്ന് ഒരു MLA എങ്കിലും ലീഗിൻ്റെ MLA മന്ത്രിയാക്കണം. അല്ലെങ്കിൽ വയനാട് നിന്ന് ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ കാസർഗോഡ് നിന്നും ഒരു MLA മന്ത്രിസഭയിൽ എത്തിക്കാൻ താല്പര്യമുണ്ടാകും. അല്ലെങ്കിൽ പാലക്കാട് നിന്നും ഒരു MLA മന്ത്രിസഭയിൽ എത്തിക്കാൻ താല്പര്യമുണ്ടാകും. അങ്ങനെ മലബാറിന് വ്യാപകമായ പ്രാതിനിധ്യം, മലപ്പുറത്തിന് അതീതമായ ഒരു പ്രാതിനിധ്യം കൊടുക്കണം. അവിടെയാണ് 5ാം മന്ത്രിസ്ഥാനത്തിന് വേണ്ടി പിടിമുറക്കുന്നത്. അതുപോലെ തന്നെ അങ്ങനെ സംഭവിച്ചാൽ വലിയ ബുദ്ധിമുട്ടാവും കോൺഗ്രസിന്. നോക്കൂ, കോൺഗ്രസിൻ്റെ മുസ്ലിം മുഖങ്ങൾ ഷാനിമോൾ ഉസ്മാനുണ്ട്, അതുപോലെ ഈ ഇവിടെ അൻവർ സാദത്തുണ്ട്, അതുമാത്രമല്ല ഈ വയനാട് നിന്ന് ജയിച്ചു വന്ന സിദ്ദിഖുണ്ട്. ഈ 2 പേരെയെങ്കിലും മന്ത്രിസഭയിൽ എത്തിക്കേണ്ട ഒരു ചുമതലയുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക്. എങ്കിൽ മാത്രമേ കോൺഗ്രസ് പാർട്ടിക്കും ഒരു മുസ്ലിം മുഖത്തെ അല്ലെങ്കിൽ 1-2 മുസ്ലിം മുഖങ്ങളെ മുന്നോട്ട് വയ്ക്കാനാവൂ. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് വല്ലാത്തൊരു വെട്ടിലാണ്. ഒന്ന്, ഇവിടെ നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ പോലെ ഒരു വലിയ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ധാരാളിത്തം ലീഗിനില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന 72 MLA-മാരിൽ 20 പേര് ലീഗിൻ്റെ ആയിരുന്നു. ഇപ്രാവശ്യം 102-ൽ കേവലം 22 മാത്രമാണ് ലീഗിൻ്റേത്. അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തേതുപോലെ മന്ത്രിസഭയെ താങ്ങി നിർത്താനുള്ള ഒരു നിയോഗമൊന്നും ലീഗിനില്ല. അതുകൊണ്ട് ലീഗിൻ്റെ ഒരു വിലപേശൽ ശക്തി കുറഞ്ഞിരിക്കുന്നു. അതേസമയം തന്നെ ഏറെ പഴി കേൾക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 5ാം മന്ത്രി സ്ഥാനത്തിന് വേണ്ടി ലീഗ് പിടിമുറുക്കിയത് കൊണ്ടാണല്ലോ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വലിയ രീതിയിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ കാണേണ്ടി വന്നത്. മറ്റ് സമുദായങ്ങൾ പലതും അകന്നു പോകേണ്ടി വന്നതിൻ്റെ സാഹചര്യവും ലീഗിൻ്റെ ഈ കടുംപിടുത്തമാണ്. ഒരിക്കൽ കൂടി പുത്തൂരിൽ തന്നെ കല്ലുകടി എന്ന രീതിയിൽ ആ രീതിയിൽ ബലം പിടിക്കാതിരിക്കേണ്ടത് ലീഗിൻ്റെ കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് ചെകുത്താനും ചെങ്കടലിനും ഇടയിൽപ്പെട്ട ഒരവസ്ഥയിൽ നിൽക്കുന്നു ലീഗ്. അത് എത്രത്തോളം ഇതുവരെ ലീഗിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടാത്ത പ്രസ്താവന ഒന്നും തന്നെ വന്നില്ല. ഉപമുഖ്യമന്ത്രി സ്ഥാനമെന്ന് ഈ മുനവർ അലി ശിഹാബ് തങ്ങൾ ഒന്ന് പറഞ്ഞു വെച്ചു. അത് വളരെ മുൻപ്, തിരഞ്ഞെടുപ്പിന് വോട്ടെണ്ണലിന് മുൻപാണ്. പിന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനമൊക്കെ അർഹിക്കുന്നതാണ് എന്ന് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ പറഞ്ഞു വെച്ചതല്ലാതെ അത് വേണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. 5ാം മന്ത്രി സ്ഥാനമെന്നൊരു വാക്ക് ഉറച്ചു പറഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ നാളത്തേക്ക് തീരുമാനം മാറ്റിവെച്ചതിൻ്റെ പ്രധാന കാരണം ശ്രീ മഞ്ജുഷ്, യഥാർത്ഥത്തിൽ ഇന്നൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. അതിനർത്ഥം 5ാം മന്ത്രിക്ക് വേണ്ടി ഒരിക്കൽ കൂടെ പ്രസ് ചെയ്യാനുള്ള സാധ്യത കാണുന്നു. നാളെ ഒരുപക്ഷെ അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, താങ്കളും ഇതേ നിലപാട് തന്നെ ഉള്ളതാണോ? ഇതേ വിലയിരുത്തൽ തന്നെയാണോ താങ്കൾക്കുള്ളത്? 5ാം മന്ത്രി ലീഗിന് കിട്ടുവാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഇറങ്ങി വന്ന് പറഞ്ഞത് തീരുമാനമായിട്ടില്ല എന്നാണല്ലോ. അതിൽ 4 മന്ത്രിമാരെ ഉള്ളൂ എന്നുള്ളൊരു സൂചന വരുന്നുണ്ടോ? അങ്ങനെ തന്നെയാണ് ഞാൻ കരുതുന്നത്. ലീഗിന് 5ാം മന്ത്രി കൊടുക്കാൻ കോൺഗ്രസിന് ഇത്തവണ അതിനുള്ള ഒരു എൽബോ റൂം ഇല്ല. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അവർക്ക് ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണത്തെ പോലെയല്ല. അന്ന് 2011-ൽ അവർക്ക് 9 MLA-മാരിൽ 2 മന്ത്രിസ്ഥാനം ഉണ്ടായിരുന്നു. ഇത്തവണ 7 MLA-മാരിൽ അവർ 2ാമത്തെ ആളെ ചോദിക്കുന്നു. അപ്പോഴും അവർക്ക് 7 പേരുള്ള ഒരു പാർട്ടിക്ക് 1 മന്ത്രിസ്ഥാനവും 22 പേരുള്ള ഒരു പാർട്ടിക്ക് 5ഉം കൊടുത്താൽ അത് നീതിയുക്തമായില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഗിന് 4 മന്ത്രിസ്ഥാനവും പിന്നീട് എന്തെങ്കിലും കോംപ്രമൈസ്, ചിലപ്പോൾ കുഞ്ഞാലിക്കുട്ടി എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്ചർ, വ്യക്തിപരമായ സ്റ്റാച്ചർ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നാളെ ഇനി മറ്റൊരു നേതാവ്, ഇപ്പം മുനീർ സാഹിബ്, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കേരള രാഷ്ട്രീയത്തിലുള്ള അദ്ദേഹം സജീവമായിട്ട് നിന്ന ആ ഒരു ഘട്ടം ഇനിയിപ്പോൾ അദ്ദേഹം കേന്ദ്രത്തിലോ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നാളെ അദ്ദേഹം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ വരേണ്ടിയിരുന്ന ആളായിരുന്നു. പക്ഷേ അദ്ദേഹം ഇനിയിപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കുഞ്ഞാലിക്കുട്ടിക്ക് പ്രമുഖ വകുപ്പൊന്ന് അല്ലെങ്കിലും, ഇപ്പോൾ അദ്ദേഹം മുൻപ് വ്യവസായ മന്ത്രിയൊക്കെ ആയിരുന്നു, അതുപോലെ ഏതെങ്കിലും വകുപ്പിൻ്റെ ചുമതലയും ഉപമുഖ്യമന്ത്രി സ്ഥാനവും കൊടുത്താൽ അത് തെറ്റായിട്ടുള്ള ഒരു കീഴ്വഴക്കമായിരിക്കില്ല. കാരണം അതൊരു കീഴ്വഴക്കമാകരുത്. ഇതൊരു വൺ ടൈം ഇതായിട്ട് കൊടുക്കണം. അതായത്
ലീഗ് പലപ്പോഴും ഈ അവർ സമ്മർദ്ദം ചെലുത്തുന്നത് ഞങ്ങൾക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2011 5 മന്ത്രിമാരെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ അതൊരു കീഴ്വഴക്കമായി എന്ന രീതിയിലാണ് ലീഗുകാർ പറയുന്നത്. പക്ഷേ അത് ശരിയല്ല. അന്നൊരു പ്രത്യേക സാഹചര്യമാണ്, പല പ്രത്യേക സാഹചര്യങ്ങൾ അന്നുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമില്ല. അപ്പോൾ വേണമെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അദ്ദേഹം ഒരു പവർ സെൻ്ററായി മാറുന്ന ആ ഒരു കാര്യത്തെ ചെറിയ തോതിൽ സതീശനെ നെഗേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അല്ലെങ്കിൽ പിന്നെ ഈ സതീശൻ മുഖ്യമന്ത്രിയും ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയുമായിട്ട് രണ്ട് ധ്രുവങ്ങളിൽ രണ്ട് പവർ സെൻറ്റേഴ്സ് എന്ന രീതിയിൽ ഈ ഭരണം മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മൻമോഹൻ സിംഗും പ്രണബ് മുഖർജിയും എന്ന രീതിയിൽ ആ ഒരു രീതിയിലൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു ബാലൻസിങ്ങിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഹൈക്കമാൻഡിൽ നിന്ന് വന്ന ഒരു നിർദ്ദേശമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനം. താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ ഇല്ലയോ? അല്ലാതെ ഒരു സതീശന്റെ ഒരു കീഴടങ്ങൽ അല്ലെങ്കിൽ അദ്ദേഹം രമേശുമായി ഒത്തുപോകാൻ താല്പര്യം പ്രകടിപ്പിച്ചു, അതുകൊണ്ട് ആഭ്യന്തരം അദ്ദേഹത്തിന് നൽകുന്നു. ഇതിൽ രണ്ടിൽ ഏതാണ് താങ്കൾ കരുതുന്നത്? ഹൈക്കമാൻഡിൽ നിന്ന് വന്ന നിർദ്ദേശം എന്ന രീതിയിൽ കാണുന്നുണ്ടോ? അല്ല, ഇത് പലപ്പോഴും നമ്മൾ ഈ വ്യാഖ്യാനിക്കുമ്പോൾ ഇത് ഒന്നല്ലെങ്കിൽ അത് എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ്. ഇതിൻ്റെ അകത്തെല്ലാം അവർ കോംപ്രമൈസിങ് ആറ്റിറ്റ്യൂഡിലാണ്. ഇപ്പോൾ സതീശന് മുഖ്യമന്ത്രി സ്ഥാനം, ഈ 3 പേരിൽ ഏറ്റവും സാധ്യത കുറവായിട്ട് സ്വയം സങ്കല്പിച്ചിരുന്നത് സതീശനാണ്. അതെനിക്കറിയാം. കാരണം ഈ 3 ക്യാമ്പുമായിട്ട് ഞാൻ ആശയവിനിമയം നടത്തിയിരുന്നു. ഇതിൽ ഏറ്റവും ഉറപ്പായും പ്രതീക്ഷിച്ചിരുന്നത് വേണുഗോപാലാണ്. രാവിലെ രാഹുൽ ഗാന്ധി വിളിപ്പിക്കുന്നത് വരെ വേണുഗോപാലിന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇരിക്കുന്ന GV ഹരിക്കോ അല്ലെങ്കിൽ ഇവിടെ വേണുഗോപാലിൻ്റെ ഗ്രൂപ്പിലുള്ള ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല. ചെന്നിത്തല ഏകദേശം അത്രയും തന്നെ ഉറപ്പിച്ചിരുന്ന ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ. എന്നാൽ സതീശന് ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ഒരു കോംപ്രമൈസിങ് ആറ്റിറ്റ്യൂഡിലാണ്. അദ്ദേഹം രമേശ് ചെന്നിത്തല വേണമെങ്കിൽ ആഭ്യന്തരമന്ത്രി ആയിക്കോട്ടെ എന്നാണ് അദ്ദേഹം കരുതുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഇടവും വലവും നിൽക്കുന്ന ചില ആൾക്കാരൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഹൈക്കമാൻഡ് ശരിയാണ്, അവരും ഹൈക്കമാൻഡിൻ്റെ ഒരു നോട്ടത്തിൽ ഇവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു അർഹമായ പ്രാതിനിധ്യം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം നാളെ ഒരു റെബലിയസ് മോഡിലേക്ക് പോകാനും അല്ലെങ്കിൽ ഈ ഒരു മറ്റെന്തെങ്കിലുമൊക്കെ. ഇപ്പോൾ 2001 ആന്റണിയും കരുണാകരൻ്റെയും ആന്റണിയും കരുണാകരനും തമ്മിലുണ്ടായ വിഴുപ്പലക്കളുകൾ, പരസ്യമായ വിഴുപ്പലക്കളുകൾ കാരണം ആ മന്ത്രിസഭ 2004 ആയപ്പോഴത്തേക്കും ഇവിടെ UDF ഒരു പാർലമെന്റ് അംഗത്തെ പോലും കിട്ടാത്ത രീതിയിൽ അന്നത്തെ സർക്കാർ മാറുകയുണ്ടായി. അപ്പോൾ അതുപോലെ ഒരു സാഹചര്യത്തിലേക്ക് പോകാതെ ഇവിടെ സതീശനും ചെന്നിത്തലയും ഒരൊറ്റ മനസ്സോടെ മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഒരു സ്പേസ് രണ്ടുപേർക്കും കിട്ടണം. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഒരു ഉപമുഖ്യമന്ത്രിയായിട്ട് വന്നാൽ ഒരു മൂന്നാമതൊരു പവർ സെൻറ്റർ കൂടി വരും. അപ്പോൾ കുറച്ചുകൂടി ബാലൻസിങ് എളുപ്പമാകും. പിന്നെ കോൺഗ്രസിന് ഈ പറയുന്നത് പോലെ കുറച്ച് മന്ത്രിമാർ അവർക്ക് അധികം വേണമല്ലോ. ഇപ്പോൾ 63 MLA പാർട്ടിക്ക് ഒരു 12 മന്ത്രിസ്ഥാനം അവർക്കും അർഹതപ്പെട്ടതാണ്. ഈ അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും അവർക്ക് ടേം വ്യവസ്ഥ ഏർപ്പെടുത്തിയില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി അടക്കം 12 മന്ത്രിമാർക്ക് ഈ സാഹചര്യത്തിൽ, അതായത് കേരള കോൺഗ്രസ് ജോസഫിനും ലീഗിനും 4ഉം 1 കൊടുത്താൽ 12 മന്ത്രിമാർ എപ്പോഴും കോൺഗ്രസിന് കിട്ടും. അത്രയെങ്കിലുമുള്ള ഒരു പ്രാതിനിധ്യം കോൺഗ്രസിന്റെ ഉയർന്നു വരേണ്ട മുഖ്യമന്ത്രി. ലീഗിന് 5 മന്ത്രിമാരെ കൊടുത്താൽ കോൺഗ്രസിന് 11 മന്ത്രിമാരെ കിട്ടും. അതെന്തായാലും ടേം വ്യവസ്ഥ വെക്കേണ്ടി വരും. അതെ, അതിനുള്ള ഒരു സാഹചര്യം ഇല്ല. ഈ ലീഗിന് 5ാം മന്ത്രി സ്ഥാനം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. അതിന് അവർ വാശി പിടിച്ചിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റെന്തെങ്കിലും ഒരു കോംപ്രമൈസ്, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് എന്തെങ്കിലും സ്ഥാനമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വകുപ്പോ അങ്ങനെ എന്തെങ്കിലും. ഇപ്പോൾ മറ്റൊരു കാര്യം ഞാൻ കേട്ടത്, ഈ വിദ്യാഭ്യാസ വകുപ്പ് ന്യൂനപക്ഷ വകുപ്പുകൾ വെച്ച് മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ചർച്ചയാണ്. റവന്യൂ വകുപ്പുമായിട്ട് വെച്ച് മാറുന്ന ചില കാര്യങ്ങൾ, അതൊക്കെ ഏത് ഘട്ടത്തിലാണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ട്. ലീഗിന് എന്തായാലും 4ൽ കൂടുതൽ കിട്ടുമെന്ന് ഞാൻ എന്തായാലും കരുതുന്നില്ല. ശരി, ശ്രീജിത്ത് പണിക്കർ, ഇവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം കൊടുക്കുമ്പോൾ വിജിലൻസും രമേശ് ചെന്നിത്തലയിലേക്ക് വരും. അപ്പോൾ VD സതീശൻ ദുർബലനാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. ആ രീതിയിലുള്ള വിലയിരുത്തൽ സ്വാഭാവികമായിട്ടും വരുമല്ലോ. ആഭ്യന്തരമില്ലാതെ ഭരിക്കുന്ന ഒരു മുഖ്യൻ എന്നുള്ള ഇമേജ് തീർച്ചയായിട്ടും അതുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഹോം മിനിസ്ട്രി അല്ലാത്ത മറ്റൊരു വകുപ്പ് കൊടുത്തുകൊണ്ട് ശ്രീ രമേശ് ചെന്നിത്തലയെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതും എളുപ്പമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി നോക്കിയിട്ടാണെങ്കിലും അദ്ദേഹം ഇപ്പോഴുള്ള ഹൈക്കമാൻഡിൻ്റെ
തീരുമാനത്തിൽ പൂർണ്ണ തൃപ്തനല്ല എന്നറിയാവുന്നത് കൊണ്ടും ആദ്യം നടന്നിരുന്ന ഈ പാർലമെന്ററി പാർട്ടി ആൾക്കാരുടെ മീറ്റിംഗിലൊക്കെ തന്നെ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല എന്നുള്ളതും എല്ലാം കൊണ്ട് അദ്ദേഹത്തിനെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തെരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷമുള്ള ഒപ്റ്റിക്സിന്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് താല്പര്യമുള്ള ഒരു വകുപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ ആവശ്യത്തിനേക്കാൾ അത് കോൺഗ്രസിന്റെ ആവശ്യമാണ്, ഹൈക്കമാൻഡിന്റെ ആവശ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി അഥവാ മറ്റേതെങ്കിലും ഒരു വകുപ്പാണ് അദ്ദേഹത്തിന് അവർ ഓഫർ ചെയ്യുന്നത് എങ്കിൽ, അദ്ദേഹം അത് എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ, അദ്ദേഹം പുറത്തു നിൽക്കുകയാണ് എങ്കിൽ ഈ ടേമിന്റെ ഫുൾ 5 വർഷവും അത് ആൾക്കാരിലേക്ക് ഉണ്ടാക്കുന്ന ഇംപ്രഷൻ എന്ന് പറയുന്നത് ഇന്ന കാരണത്താൽ ഹൈക്കമാൻഡുമായിട്ടൊരു വിമുഖതയുണ്ടായിട്ട് സതീശന്റെ നേതൃത്വത്തിനെ അംഗീകരിക്കാൻ വൈമനസ്യമുള്ളത് കൊണ്ട് രമേശ് ചെന്നിത്തലയെ പോലെ മുതിർന്നൊരു നേതാവ് പുറത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. മറിച്ച് അദ്ദേഹം ഈ മന്ത്രിസഭയുടെ ഭാഗമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങനത്തെ ഒരു ഒപ്റ്റിക്സ് ഉണ്ടാവില്ല. മറിച്ച് ഇവരെല്ലാവരും തന്നെ ഒന്നിച്ചു പോകുന്നു, ഹൈക്കമാൻഡിന്റെ തീരുമാനം എല്ലാവർക്കും സ്വീകാര്യമായിരുന്നു എന്നുള്ള ഒരു നറേറ്റീവ് മാത്രമേ അത് ഉണ്ടാക്കുകയുള്ളൂ. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇനി ലീഗിന് അഥവാ ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്താലും അത് കേവലം ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് മാത്രമാണ്. അതിന് കോൺസ്റ്റിറ്റ്യൂഷനിൽ യാതൊരു വിധത്തിലുള്ള റെലവൻസും ഇല്ല എന്നോ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക അധികാരം അതുകൊണ്ടില്ല എന്നോ ഒക്കെ നമുക്കറിയാം. കോടതികൾ തന്നെ മുമ്പ് പലപ്പോഴും സുപ്രീം കോടതി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അത് അങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലും ഉപമുഖ്യമന്ത്രി ആക്കുന്നുണ്ടെങ്കിൽ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലല്ല. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടൊരു പൊസിഷൻ, അങ്ങനെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള അധികാരമില്ല. അപ്പൊ അതൊരു പൊളിറ്റിക്കലായിട്ട് ഒരാളിനെ സുഖിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റ് തരത്തിലുള്ള സാങ്കത്യമോ അതൊരു പവർ സെന്റർ ഉണ്ടാക്കുന്നു എന്ന രീതിയിലേക്കുള്ള ഒരു അർത്ഥവുമില്ല. കാരണം മറ്റ് മന്ത്രിമാർക്കുള്ള അതേ അധികാരം മാത്രമേ ഒരു ഉപമുഖ്യമന്ത്രിക്കുള്ളൂ. അതിനേക്കാൾ മുകളിലായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ടാസ്കിലുള്ള കൺട്രോൾ പോലും ഉപമുഖ്യമന്ത്രിക്കില്ല. ആലങ്കാരികമായിട്ട് പറയാം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ പേരിൽ തൃപ്തിയുണ്ട്, ആ ഡെസിഗ്നേഷനിൽ തൃപ്തിയുണ്ട് എങ്കിൽ ചിലപ്പോൾ ലീഗ് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള പ്രശ്നം കോൺഗ്രസിന്റെ, അതായത് ലീഗിന്റെ ഈ ഒരു ആവശ്യത്തിന് 5 മന്ത്രിമാർ വേണമെന്നുള്ള ഒരു ആവശ്യത്തിന് കോൺഗ്രസ് വഴങ്ങിയാൽ അത് വളരെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു ഡിമാൻഡായി മാറും എന്നുള്ളതും, അത് ലീഗ് ആദ്യം തന്നെ അവരുടെ അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്തുന്നു എന്ന രീതിയിലേക്ക് അത് വ്യാഖ്യാനിക്കപ്പെടും. അതിന്റെ ഒരു ബാക്ക് സ്റ്റോറി കൂടി പരിഗണിച്ചു കഴിഞ്ഞാൽ ലീഗ് തന്നെ പരസ്യമായിട്ട് VD സതീശന് പിന്തുണ പ്രഖ്യാപിക്കുകയും അങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്തുകയും അതിന്റെ ഭാഗമായിട്ട് അവർ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് ഈ ഒരു സ്ഥാനം ബാർഗെയിൻ ചെയ്ത് അതിന്റെ ആവശ്യമില്ലായിരുന്നെങ്കിൽ കൂടി അത് വാങ്ങി എന്ന നറേറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് പ്രതിപക്ഷത്തിനാണ് കൂടുതൽ ഊർജ്ജം നൽകുക എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. സിമ്പിൾ മാത്ത് നമ്മൾ ഇതിലേക്ക് ഒന്ന് നോക്കിക്കോളൂ. അതായത് ലീഗിന് നിലവിൽ 22 സീറ്റുണ്ട്. ആ 22 സീറ്റ് വെച്ചുകൊണ്ട് അവർ 5 മന്ത്രിസ്ഥാനം ചോദിക്കുകയാണ് എങ്കിൽ സമാനമായിട്ടുള്ള ഒരു കാര്യം കോൺഗ്രസിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 22ന്റെ 3 ഇരട്ടി സീറ്റ് ഇവിടെ കോൺഗ്രസിനുണ്ട്. ക്ഷമിക്കണം, 3 ഇരട്ടി. കാരണം കോൺഗ്രസിന് സ്വന്തമായിട്ട് 63 സീറ്റുണ്ട്. അതുകൂടാതെ കോൺഗ്രസ് അവർ മത്സരിച്ചുകൊണ്ടിരുന്ന 3 സീറ്റുകൾ വിട്ടുകൊടുത്തതിന് ശേഷം പയ്യന്നൂരും തളിപ്പറമ്പും ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും സ്വതന്ത്രരായിട്ടുള്ള ആൾക്കാരെ ജയിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലീഗിന് കിട്ടിയിരിക്കുന്ന 22ഉം കോൺഗ്രസിന് മാത്രമായിട്ട് അവകാശപ്പെടാവുന്ന 66 ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇതിന്റെ 3 ഇരട്ടി സീറ്റ് കോൺഗ്രസിന് വേണ്ടേ? ലീഗ് 5 ചോദിക്കുകയാണെങ്കിൽ പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് കോൺഗ്രസിന് 15 സീറ്റുകൾ വേണം, 15 മന്ത്രി സ്ഥാനങ്ങൾ. അത് കൊടുക്കാനായിട്ട് കഴിയുമോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ലീഗ് 4ലേക്ക് ചുരുങ്ങിയാൽ അതിന്റെ 3 ഇരട്ടി എന്ന് പറയുന്നത് 12 ആണ്. അത് 11 മന്ത്രിമാരും ഒരു മുഖ്യമന്ത്രിയും എന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. അതല്ലാതെ കിട്ടുന്ന ഏതും ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് ലീഗിന് അഡ്വാൻറ്റേജ് കിട്ടി എന്ന രീതിയിലേക്കുള്ള ഒരു നറേറ്റീവ് മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ. അത് ആദ്യം തന്നെ ഭരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മന്ത്രിസ്ഥാനങ്ങൾ വീതം വെക്കുന്ന സമയത്ത് തന്നെ ലീഗ് അവരുടെ വലിയൊരു കോൺഗ്രസിൽ അല്ലെങ്കിൽ നിലവിലത്തെ മുഖ്യമന്ത്രിക്ക് മുകളിലുള്ള ഒരു അധികാരത്തിനെ അവർ ഉറപ്പിച്ചു എന്ന രീതിയിലേക്കുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നത് നല്ലതാണോ അല്ലയോ? അതിനെക്കുറിച്ച് മറ്റാരെക്കാളും ബോധ്യം ശ്രീ VD സതീശന് ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആലങ്കാരികമായിട്ട് ഒരു ഡെക്കറേറ്റീവ് പൊസിഷൻ ഉപമുഖ്യമന്ത്രി എന്ന രീതിയിലേക്ക് കൊടുത്തിട്ടാണെങ്കിലും 4 സീറ്റിൽ പരിമിതപ്പെടുത്തുന്നതാണ് കോൺഗ്രസിന് നല്ല രീതിയിലേക്കുള്ള ഒരു ഭരണത്തിന് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാരണവുമല്ല. കാരണം ഇത്തവണ അവരുടെ ആ സപ്പോർട്ട് എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എസെൻഷ്യലാണ്. കാരണം 22 സീറ്റുകൾ മാത്രമല്ല, മറ്റൊരു 20 സീറ്റുകളിലെങ്കിലും UDFന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നതിൽ ലീഗിന് കാര്യമായിട്ടുള്ള പിന്തുണയുണ്ട്. പക്ഷേ നമ്മൾ അബ്സല്യൂട്ട് നമ്പേഴ്സിലേക്ക് നോക്കുമ്പോൾ 63 സീറ്റ് കിട്ടിയിരിക്കുന്ന ഒരു പാർട്ടിക്ക് ലീഗിന്റെ 22 മാറ്റിവെച്ചാൽ പോലും 80 സീറ്റുള്ള ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ലീഗിന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല രീതിയിൽ വിമർശനത്തിന് വിധേയമാണ്. ഡോക്ടർ ജി വി ഹരി, ന്യായമായ ഒരു കാര്യമല്ല ഇത്തവണ. ലീഗ് അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ
ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള സ്പെക്കുലേഷൻ മാത്രമാണ്. അഞ്ചാം മന്ത്രി വീണ്ടും ചോദിച്ചു, അല്ല 5 മന്ത്രിമാർ വേണം എന്നുള്ള 5 മന്ത്രിമാർ വേണമെന്നുള്ള ഒരു തീരുമാനമാണ്. അവർ അങ്ങനെ ഒരു പ്രപ്പോസൽ ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവും. അതിന് ആവശ്യം എന്ന് നമ്മൾ പറയണ്ട. പ്രപ്പോസൽസ് എല്ലാവരും പറയില്ലേ. ഇപ്പം ജോസഫ് ഗ്രൂപ്പ് 2 സീറ്റ് വേണം എന്നുള്ളൊരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചർച്ചയിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പരിഹരിക്കുക. അപ്പോൾ ഇവിടെ പലപ്പോഴും ഇപ്പോൾ ശ്രീത്ത് പറഞ്ഞതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഫോർമുലാസ് തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞതല്ലോ, അത് അങ്ങനെ ഒരു ആശങ്ക നിങ്ങൾക്ക് ആർക്കും വേണ്ട. നാളെ ഇത് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ നമ്മളെന്തായാലും ചർച്ച വീണ്ടും ഉണ്ടാവുമല്ലോ. നാളെ ഇത് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ഈ കാര്യത്തിനകത്തൊക്കെ വളരെ കൃത്യമായ ഒരു സമീപനം കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ പറയും. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ ഇപ്പോൾ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് മെറിറ്റോറിയസ് ആണ് എന്ന് പറയുന്നത് പോലെ ഈ കാര്യത്തിലും അതിനകത്തൊരു തീരുമാനം ഉണ്ടാവും. ഇതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിനകത്ത് ഈ വകുപ്പ് ഇതുവരെയും നമ്മൾ നിശ്ചയിച്ചിട്ടില്ല. വകുപ്പിലും ഇപ്പോൾ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രധാനമായിട്ടും വിദ്യാഭ്യാസ വകുപ്പ് ലീഗിൽ നിന്ന് എടുക്കുവാനുള്ള ശ്രമം അങ്ങനെ പല ശ്രമമല്ല. അങ്ങനെ പറയാതെ ശ്രമം എന്നൊക്കെ പറയുമ്പോഴാണല്ലോ ഈ കുഴപ്പമുണ്ടാകുന്നത്. ശ്രമിക്കുന്നു, പിടിച്ചെടുത്ത്, അതാ അങ്ങനെ പറയും. അതെ, ചർച്ചയിലൂടെ. അപ്പം അങ്ങനെ പറയുന്നിടത്താണ് ഈ കുഴപ്പം. നിങ്ങൾ ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് പലതും. ഇതിനകത്ത് നമ്മൾ പിടിച്ചെടുത്തു സ്വാഭാവികമായിട്ട് കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും തോന്നും അങ്ങനെ. ഇപ്പോൾ തന്നെ ഇതിനെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് BJPയുടെ കുറച്ച് ആളുകൾ വന്നിട്ട് ഇത് വേണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ BJPയുടെ വന്നിട്ട് അല്ല, BJPക്കാരടക്കം പറയുന്നുണ്ടല്ലോ ലീഗിൽ നിന്ന് ഇത് പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറയുന്നത് അതൊന്നും BJP പോലൊരു രാഷ്ട്രീയ പാർട്ടി പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ പോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അവർ ഭരിക്കുന്ന സമയത്ത് അവർ ആ കാര്യങ്ങളൊക്കെ പറയട്ടെ. ഞങ്ങൾക്കറിയാം ഇത് എത്തരത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിദ്യാഭ്യാസം കോൺഗ്രസ് കൈയാളുന്നതല്ലേ നല്ലത്? അല്ല, ഞാൻ പറയട്ടെ ഇതിനകത്ത് കോൺഗ്രസ് കൈയാളിയാലും ലീഗ് കൈയാളിയാലും ഞാൻ പറയുന്നു, കോൺഗ്രസിനാണല്ലോ അതിനകത്തൊരു അപ്പർ ഹാൻഡ് ഉള്ളത്. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ആത്യന്തികമായൊരു തീരുമാനമില്ലാതെ ഒരു വകുപ്പിലും ഒന്നും നടക്കില്ല. അപ്പോൾ വകുപ്പുകൾ തീരുമാനം സ്വതന്ത്രമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകാനൊന്നും കഴിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് പിണറായി വിജയനായിരിക്കും. അല്ല, നോക്ക്, നിങ്ങൾ പിണറായി വിജയനെതിരെയുള്ള ഒരു ആക്ഷേപം എന്ന് പറയുന്നത് അതായിരുന്നു, എല്ലാ വകുപ്പിലും കൈയെടുത്തു. അല്ല, അങ്ങനെയല്ലല്ലോ. മുഖ്യമന്ത്രി എല്ലാ വകുപ്പിലെയും മന്ത്രിമാർ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏകപക്ഷീയമായി ഒരു മന്ത്രി ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകില്ല. മന്ത്രിമാർ സ്വാഭാവികമായിട്ടും അവരുടെ വകുപ്പുകളിൽ കാണുന്ന കാര്യങ്ങൾ ഫയൽ അയച്ച് അതിനുള്ള അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ. അത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിൽ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് കൃത്യമായി കേരളത്തിൻ്റെ ഏത് തീരുമാനം ഏത് വകുപ്പെടുത്തണം, ഞാനൊരു വകുപ്പ് മാത്രമായിട്ട് പറയുന്നില്ല, അതിൻ്റെ എല്ലാ വശങ്ങളും പരിഗണിച്ച് മാത്രമേ കോൺഗ്രസ് അതിനകത്ത് ഒരു തീരുമാനം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അതിനകത്തൊരു തീരുമാനം പ്രഖ്യാപിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നാളത്തോടുകൂടി ഈ സ്പെക്കുലേഷൻസ് എല്ലാം നമുക്ക് അവസാനിപ്പിക്കാം. ഇതുവരെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള സ്പെക്കുലേഷൻസ് എല്ലാം അവസാനിച്ചല്ലോ. അതും വളരെ എല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തിൽ ഇത് ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ വകുപ്പുകളാണെങ്കിലും ശരി, മന്ത്രിമാരുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, തീർച്ചയായിട്ടും അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു അമിക്കബിളായിട്ടൊരു സെറ്റിൽമെൻറ്റ് തന്നെ ആ കാര്യത്തിനകത്ത് ഉണ്ടാവും. അതുകൊണ്ടാണ് ചർച്ചകൾ ഇത്രയും നീണ്ടുപോകുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, CPM-ലെ കാര്യമാണെങ്കിൽ CPM ഒരു ഇത് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ CPI-ക്കാരും ബാക്കിയുള്ള ആളുകളൊക്കെ അത് കേട്ടോണം. അതൊരു ജനാധിപത്യ സംസ്കാരമുള്ളൊരു സംസ്ഥാനത്ത് അത് ഭൂഷണമായിട്ടൊരു കാര്യമല്ല. മറിച്ച് നമ്മൾ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും നമ്മൾ അതിനകത്തുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ അവരോട് പറയുകയും ആ പ്രശ്നങ്ങൾ അവർ ഉൾക്കൊണ്ടുകൊണ്ട് അവരതിന് തയ്യാറാവുകയും ചെയ്യുന്നിടത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ, നിങ്ങൾ ട്രോളിൽ ലെവലിൽ പറഞ്ഞാലും ജനാധിപത്യത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് അതിനകത്താണ്. ശരി, നാളെ ജനാധിപത്യത്തിൻ്റെ മറ്റൊരു മനോഹാരിത കാണാനിരിക്കുകയാണ് സിബി സത്യൻ. മഞ്ജുഷ, ഇതിനകത്ത് നേരത്തെ പറഞ്ഞ ഒരു ചോദ്യത്തിന് ഉത്തരം എനിക്ക് തോന്നുന്നു അത് ഈ ക്യാബിനറ്റ് റാങ്കുകൾ അല്ലെങ്കിൽ മന്ത്രിമാരാരൊക്കെയാണെന്ന് തീരുമാനിക്കുന്നത് സതീശനാണോ ഹൈക്കമാൻഡാണോ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. എനിക്ക് തോന്നുന്നത് നിലവിലെ ഒരു ചിത്രമെടുത്ത് നോക്കിയാൽ മുഖ്യമന്ത്രി സ്ഥാനം ഒഴികെ ബാക്കി എല്ലാ സ്ഥാനങ്ങളും, അതായത് 11 മന്ത്രിസ്ഥാനമാണ് കോൺഗ്രസിലുള്ളത്. അതിനകത്ത് ഏതാണ്ട് 3 ശ്രീ രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ടും അതുപോലെ അൻവർ സാദത്തും IC ബാലകൃഷ്ണനും ഒപ്പവുമായിട്ട് 3 മന്ത്രിസ്ഥാനം. ബാക്കി എനിക്ക് മനസ്സിലാവുന്നത് K മുരളീധരൻ ഒഴികെ ബാക്കി മുഴുവൻ മന്ത്രിമാരായിട്ട് നമ്മളിപ്പോൾ കൺഫേം ചെയ്ത പേരുകളെല്ലാം തന്നെ KC പക്ഷത്തു നിന്നുള്ളവരാണ്. അപ്പോൾ ചുരുക്കത്തിൽ അങ്ങനെ ഒരു പക്ഷമില്ല സിബി. ഞാനത് ഇടപെടുന്നത് ക്ഷമിക്കണം. സാധാരണഗതിയിൽ ഞാൻ ഈ ചർച്ചയ്ക്കിടയിൽ ഇടപെടുന്ന ഒരാളല്ല. മറിച്ച് അങ്ങ് പറയുമ്പോൾ അത് ഇടപെടാതിരിക്കാൻ കഴിയുന്നില്ല. ഇന്ന് തന്നെ KC ഇത് കൃത്യമായിട്ട് പറഞ്ഞു, ഇന്നലെ തന്നെ KC പറഞ്ഞതാണ്. അങ്ങനെ ഒരു പക്ഷം ഇവിടെ ഇല്ല. നിങ്ങൾ പറയുന്നത് ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണെങ്കിൽ, അല്ല ഒരു മിനിറ്റ്, ഈ നിങ്ങൾ പറയുന്ന രമേശ് ചെന്നിത്തല വേണമെന്നല്ലല്ലോ, അദ്ദേഹം അഭിപ്രായപ്പെട്ടു, അദ്ദേഹം ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയല്ലേ. അതോടൊപ്പം തന്നെ ശ്രീ KC വേണുഗോപാൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കല്ലേ, ഇവരൊക്കെ ആണെങ്കിൽ കൊള്ളാം. അതിന് നിങ്ങൾ എന്തിനാ ഈ പക്ഷം പിടിക്കുന്നത്? അത് നിങ്ങൾ ഈ വീണ്ടും ഇവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പ് ഉണ്ടാക്കാനും ഉള്ള നിങ്ങളുടെ ഈ കുത്തിത്തിരിപ്പാണ് ഇതിനകത്ത് നടക്കുന്നത്.
വി ഡി സതീശൻ പക്ഷവും രമേശ് ചെന്നിത്തല പക്ഷവും ഒന്നുമില്ല എന്നാണോ? അത് ഒരു പക്ഷമില്ല, ഒരു പക്ഷമില്ല. കോൺഗ്രസ് ഒറ്റ പക്ഷമേ ഉള്ളൂ. ടീം UDF ഒറ്റ പക്ഷമേ ഉള്ളൂ. അല്ല, ഇതിനകത്ത് അതാ ഞാൻ ഡോക്ടർ ഹരി പറഞ്ഞുകൊണ്ട് വിയോജിക്കുന്നില്ല. ഞാനിതിനെ റീഫ്രൈസ് ചെയ്യാം. അതായത് KC വേണുഗോപാൽ 8 പേര് കൊണ്ടായാൽ കൊള്ളാമെന്ന് അഭിപ്രായപ്പെടുന്നു. ശ്രീ രമേശ് ചെന്നിത്തല ഈ 3 പേര് കൊണ്ടായാൽ കൊള്ളാമെന്ന് അഭിപ്രായപ്പെടുന്നു. അങ്ങനെ അവരെല്ലാം മന്ത്രിസഭയിൽ വരുന്നു. അപ്പോൾ അവർ പക്ഷേ ഇവരുടെ പക്ഷക്കാരല്ല. വെറുതെ ഇവർ കൊണ്ടായാൽ കൊള്ളാം എന്ന് പറയുന്ന ഒരു പൊതുജന അഭിപ്രായത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ അവരുടെ സീനിയോറിറ്റിയുടെ പുറത്തോ അങ്ങനെ ഒരു അതെ. അപ്പോൾ അതിനകത്തുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ വി ഡി സതീശൻ ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. അദ്ദേഹം ഈ സീനിയറായ നേതാക്കന്മാരുടെ അഭിപ്രായം കൃത്യമായിട്ട് കേട്ട് അതിനനുസരിച്ച് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പം ഹൈക്കമാൻഡ് ഈ പറഞ്ഞതുപോലെ അത് ശരിവെക്കുന്നു. ഓക്കെ, എന്നാൽ പിന്നെ ഇവരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കട്ടെ എന്ന്. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആരുടെയും ബുദ്ധിമുട്ട് ശല്യമൊന്നും ഇല്ലാതെ എന്താ പറയുന്നത്, ഈ അഭിപ്രായങ്ങളെല്ലാം വളരെ വാല്യുബിളായിട്ട് പരിഗണിച്ചുകൊണ്ട് കേരളത്തിൽ പുതിയ മന്ത്രിസഭ നിലവിൽ വരുന്നു. അത് വളരെ മനോഹരമാണ്. അതെ, അതാണ് സംഭവിക്കാൻ പോകുന്നത്. അത് മറ്റൊരു മനോഹാരിത. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ മനോഹാരിത മൊത്തം കേരളം താങ്ങണമല്ലോ എന്ന് ആലോചിക്കുന്നു. ശ്രീ ആനന്ദ് കൊച്ചുകൂടി താങ്കൾ എന്ന് പറയാൻ വന്നിരുന്നു. എന്താണ് ഈ മനോഹാരിത ആസ്വദിക്കുന്നില്ലേ താങ്കൾ? സൗന്ദര്യം, വിസ്മയം. അല്ല, ഈ KC പക്ഷം ഇല്ല എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനിയിപ്പോൾ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരെല്ലാം നാളെ മറ്റേതെങ്കിലും വിഭാഗത്തിലേക്ക് പോകും എന്ന് കരുതിയിട്ടാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ 2021 പ്രതിപക്ഷ നേതാവിൻ്റെ തെരഞ്ഞെടുപ്പിന് ശേഷം ഞാനാണ് ഒരു ചർച്ചയിൽ ആദ്യമായിട്ട് പറഞ്ഞത്, ഇവിടെ KC വേണുഗോപാൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. വയലാർ രവി ഗ്രൂപ്പിൻ്റെ പഴയ വയലാർ രവി ഗ്രൂപ്പുകാരെ വെച്ച് തുടങ്ങിയ ഗ്രൂപ്പ് ഇപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്, ഇത്ര DCC പ്രസിഡന്റുമാർ KC വേണുഗോപാലിൻ്റെ ആൾക്കാരാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ KC ഗ്രൂപ്പുകാരായിട്ടുള്ള അനിൽ ബോസും ദീപ്തി മേരി വർഗീസും അതുപോലെയുള്ള ചിലരുമൊക്കെ ചാനൽ ചർച്ചകളിൽ വന്ന് എന്നെ വളരെയേറെ ആക്ഷേപിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി 10 ദിവസം KC വേണുഗോപാൽ കടിച്ചു തൂങ്ങിയപ്പോൾ അതെല്ലാം എന്താണ്, അപ്പോൾ നേരെ തിരിച്ചു. ഈ മാധ്യമപ്രവർത്തകരെ ഇപ്പോൾ GV ഹരി പറയുന്നുണ്ട്, അവർ ഈ വളരെ ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ട് അവസരവാദ നിലപാടെടുക്കുന്നുവെന്ന്. KC വേണുഗോപാൽ എന്ത് നിലപാടാണ് കുറേ നാളുകളായിട്ട് എടുക്കുന്നത്? അദ്ദേഹം കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫിനെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അത് തന്നെ GV ഹരി എന്തിനാണ് ഏറ്റുപറയുന്നത്? സണ്ണി ജോസഫ് പക്ഷം പിടിച്ചില്ല എന്ന് അദ്ദേഹം സ്വയം അദ്ദേഹത്തിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ഏഷ്യാനെറ്റിലും മറ്റ് ചാനലുകളിലും ഒക്കെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ മുകുൾ വാസ്നിക്കിൻ്റെ ക്യാമറ മറ്റേ കടലാസ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ദീപ് സൂം ചെയ്ത് കണ്ടുപിടിച്ചപ്പോൾ സണ്ണി ജോസഫിന് പിന്നെ മുഖം രക്ഷിക്കാൻ KC വേണുഗോപാൽ ഇന്ന് പറഞ്ഞ കാര്യമാണ്. ഇവിടെ KC വേണുഗോപാലിന് ഗ്രൂപ്പ് ഉണ്ടോ, ആരൊക്കെയുണ്ട്, പഴയ ഗ്രൂപ്പുകാരെല്ലാം എങ്ങനെ KC വേണുഗോപാലിൻ്റെ കൂടെ കൂടി, അദ്ദേഹം മുഖ്യമന്ത്രിയാവുമെന്ന് ഉറപ്പിച്ചതുകൊണ്ടാണ് കുറേ പേര് കൂടെ കൂടിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ എനിക്കറിയാം. ഇതിൻ്റെ അകത്ത് ഈ 47 പേരുടെ പേരുകൾ എൻ്റെ കയ്യിലുണ്ട്. ഈ 63 പേരിൽ അതിപ്പോൾ എനിക്കൊന്ന് ന്യൂസ് 18 തന്നെ ഒരു ഇതായിട്ട് കൊടുത്തിരുന്നു. അതിൻ്റെ പേര് മാത്രമാണ് വ്യത്യസ്തമായിട്ട് എനിക്ക് അതെ ഇതിലെ ഈ IC ബാലകൃഷ്ണൻ എനിക്ക് ഏറ്റവും എന്താ പറയുക, ഈ കോൺഗ്രസ്സുകാരുടെ ഒരു അവസരവാദ നിലപാടിൽ എനിക്ക് ഏറ്റവും ഈ ഉളുപ്പില്ലാത്ത ഒരു നിലപാടെടുത്തതായിട്ട് തോന്നുന്നത് 1-2 പേര്, ഒന്ന് IC ബാലകൃഷ്ണനും ഒന്ന് അബിൻ വർക്കിയുമാണ്. ഇപ്പോൾ അബിൻ വർക്കി രമേശ് ചെന്നിത്തലയുടെ വീട്ടിലുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് മറ്റേ KC വേണുഗോപാലിൻ്റെ നാലാഞ്ചിറയിലെ വീട്ടിലും അബിൻ വർക്കി ഉണ്ടായിരുന്നു. IC ബാലകൃഷ്ണൻ RC+ KC എന്ന് ആ ലിസ്റ്റിൽ പേര് മുകുൾ വാസ്നിക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സീറ്റ് വെട്ടാൻ പോയപ്പോൾ അദ്ദേഹം ഗ്രൂപ്പ് മാറി, RCയിൽ നിന്ന് KC ആയി മാറി. ഇപ്പോൾ അബിൻ വർക്കിയുടെയൊക്കെ കാര്യം, അല്ലെങ്കിൽ എനിക്ക് ഇത് എങ്ങനെയാണ് ഇവരിങ്ങനെ ഈ പകല് KC ഗ്രൂപ്പ് രാത്രി RC ഗ്രൂപ്പാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവർക്കൊക്കെ ഒരു ഉളുപ്പമില്ല. ഇവർ ഈ എവിടെയാണോ അധികാരമുള്ളത് അങ്ങോട്ട് ചായുക, അത്രയേ ഉള്ളൂ കോൺഗ്രസ്സുകാരുടെ ഇപ്പോഴത്തെ ഒരു കാര്യം. ശരിയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അംഗീകരിക്കും. ഡോക്ടർ GV ഹരിക്കും അറിയാം KC പക്ഷവുമുണ്ട്, RC പക്ഷവുമുണ്ട്, അത് പ്രകടമായിരുന്നു. ഇത്തവണത്തെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ പ്രകടമായി വന്നു. പക്ഷെ അത്ഭുതത്തോടു കൂടിയാണ് കണ്ടത് KC പക്ഷത്തിലേക്ക് ഇത്രയും MLA മാർ എങ്ങനെ വന്നു എന്നുള്ളത്. പക്ഷേ ഹൈക്കമാൻഡുമായി അടുത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ സംഭവിച്ചു. പക്ഷെ അതിനെ തിരിച്ച് നിങ്ങൾ പറയും, GV ഹരി പറയും, ഹൈക്കമാൻഡുമായി അടുത്ത് നിന്നിട്ടും KCയെ മുഖ്യമന്ത്രിയാക്കിയില്ലല്ലോ എന്ന്. അത് മറ്റൊരു സമവാക്യം. അത് ഹൈക്കമാൻഡിന് അവസാനം ബോധ്യമായതും ലീഗിന്റെ സമ്മർദ്ദവും ഒക്കെ അതിൽ കടന്നു വന്നു. ശ്രീ GV ഹരി, ഈ പറയുന്ന GV ഹരി KC പക്ഷമല്ലേ? മഞ്ജുഷ, ഞാൻ ഓപ്പണായി പറഞ്ഞ ഒരാളാണ്. എന്തുകൊണ്ടാണ് അന്നത്തെ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തെ അങ്ങനെ ഒരു റേസിൽ
നമ്മൾ പറയാറില്ല, അങ്ങനെ 3 പേരുടെ പേരുകൾ ഉയർന്നു വന്നപ്പോൾ ഞാൻ എന്തുകൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു? ഞാൻ ഇനിയും അദ്ദേഹത്തെ തന്നെ സപ്പോർട്ട് ചെയ്യും, അതിനകത്തൊരു സംശയമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തർക്കും പക്ഷേ പക്ഷമാണെന്ന് അല്ല, സമ്മതിക്കില്ല. പക്ഷമെന്നല്ല, അവിടെ ഞാൻ പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞു. ഈ 3 നേതാക്കന്മാരും അല്ലല്ല, ഈ 3 നേതാക്കന്മാർ മുഖ്യമന്ത്രി കസേരയ്ക്കായി എന്നെ അവിടെ കെ.സി.യുടെ പക്ഷം നിൽക്കുന്നവരെ പക്ഷമല്ല, അതല്ല പക്ഷം അതിന് വേറൊരു ടേം നിങ്ങളല്ല, ആയിരിക്കും മനസ്സിലായി. ഞാൻ ആ ടൈം പറയാം. എനിക്ക് ഈ 3 നേതാക്കന്മാരുമായി നല്ല വ്യക്തിപരമായ ബന്ധമുള്ള ആളാണ്, ഈ 3 നേതാക്കന്മാരോട്. കാരണം എനിക്ക് മാത്രമല്ല, ഓരോരുത്തർക്കും ചിലപ്പോൾ കുറച്ച് അധികം സ്നേഹമുണ്ടാവും. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ നമുക്കിപ്പോൾ നമുക്ക് തന്നെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പരിശോധിച്ചാൽ തന്നെ നമുക്ക് 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിലും ചെറിയൊരു സ്നേഹം ചിലപ്പോൾ എല്ലാവരുടെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ ചില നേതാക്കന്മാർ നമ്മളോട് വ്യക്തിപരമായ ഒരു കാര്യമാണ്, അതൊരു വ്യക്തിപരമായ കാര്യമാണ്. ഈ MLA-മാരെ സംബന്ധിച്ചിടത്തോളം അവരുമായി വ്യക്തിപരമായ അഭിപ്രായമാണ് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനകത്ത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ രമേശ് ചെന്നിത്തലയോട് അവർക്ക് വിദ്വേഷമുണ്ടെന്നോ അല്ലെങ്കിൽ ശ്രീ വി.ഡി. സതീശനോട് അവർക്ക് വിദ്വേഷമുണ്ടെന്നോ ഒന്നുമല്ല. ഇനി ഈ പറഞ്ഞ MLA-മാരോടും ഇതിന് ശേഷം അദ്ദേഹത്തെ പ്രഖ്യാപിച്ചതിന് ശേഷം ശ്രീ വി.ഡി. സതീശൻ്റെ സമീപനം എന്തായിരുന്നു? വളരെ സ്നേഹത്തോടെയല്ലേ അദ്ദേഹം ഇടപെടുന്നത്. അല്ലെങ്കിൽ ശ്രീ രമേശ് ചെന്നിത്തല, ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ഇന്നലെ ശ്രീ രമേശ് ചെന്നിത്തലയെ കണ്ടിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നല്ലോ, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. ഞാൻ കുറേ നേരം അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന ആളാണ്. ഞാൻ ഇന്ന് നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രിയോടൊപ്പം കുറേ നേരം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നതാണ്. അതെല്ലാം അവിടെ അവസാനിച്ചു. ഈ ഡിക്ലറേഷൻ കഴിഞ്ഞതോടുകൂടി അതെല്ലാം അവിടെ അവസാനിക്കുകയാണ്, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. എന്നിട്ടും പ്രശ്നം എന്താണ്? എന്തുകൊണ്ടാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാലിനെ ഏറ്റവും കൂടുതൽ, നേരത്തെ ഇവിടെ ശ്രീ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞതുപോലെ, ദീപ്തി ആണെങ്കിലും ഞാനാണെങ്കിലും അനിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിലും ഒക്കെ തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ അദ്ദേഹത്തെ പിച്ച് ചീന്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഒരു കാര്യവുമില്ലാതെ അദ്ദേഹത്തെ പോലെ ഒരു സമുന്നതനായ ഒരു നേതാവിനെ, ഈ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഒരു നേതാവിനെ നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ ഈ മുഖ്യമന്ത്രി സ്ഥാനം എന്തോ കട്ടെടുത്തു കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരു നേതാവിനെ അങ്ങനെയാണ് മാധ്യമങ്ങൾ അവരൊന്നും കോൺഗ്രസ്സുകാരല്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഇതിനകത്ത് നുഴഞ്ഞു കയറി അത്തരത്തിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ചിത്രമടക്കം വലിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഈ പാർട്ടിയിൽ നുഴഞ്ഞു കയറി, ആ പരിപാടിയിൽ നുഴഞ്ഞു കയറി കുഴപ്പമുണ്ടാക്കിയിരുന്നേ ഞാൻ പറയുള്ളൂ. യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരായിട്ടവരൊന്നും ശ്രീ ഉമ്മൻചാണ്ടിയുടെ ചിത്രമൊന്നും വലിച്ചു കയറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇന്നലത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രഖ്യാപനത്തോട് ഈ പ്രശ്നങ്ങൾ തീർന്നു. നാളെ ഈ പറയുന്ന കെ.സി. വേണുഗോപാൽ തന്റെ ഗ്രൂപ്പ് പിരിച്ചുവിട്ടിരിക്കും. പക്ഷം അത് ഗ്രൂപ്പ് ഉണ്ടെങ്കിലല്ലേ പിരിച്ചുവിടേണ്ട കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ഗ്രൂപ്പോ ഒന്നുമില്ല, ഞങ്ങളെല്ലാം കോൺഗ്രസ്സുകാരാണ്. ഡോക്ടർ ഹരി മനോഹരമായ അനിശ്ചിതത്വത്തെ ആസ്വദിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായി. അത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു DNA തന്നെയാണ്. അനിശ്ചിതത്വവും ജിജ്ഞാസയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഗ്രൂപ്പ് എന്ന് പറയാതെ തന്നെ ചില ഇഷ്ടങ്ങൾ, ചില പ്രിഫറൻസുകൾ അതങ്ങോട്ടും ഇങ്ങോട്ടും മാറാം കേട്ടോ. കെ.സി. വേണുഗോപാൽ പക്ഷമെന്നൊന്നില്ല, പക്ഷേ ഹൈക്കമാൻഡിന് ഇഷ്ടക്കാരൻ ഇപ്പോഴും കെ.സി. തന്നെയാണ്. കെ.സി. വേണുഗോപാൽ ഇഷ്ടം, കെ.സി. വേണുഗോപാൽ ഇഷ്ടമാണ്. അപ്പം അവിടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മാറ്റി വെക്കുക, അല്ലെങ്കിൽ ചേരി എന്ന് പറയുന്നത് മാറ്റി വെക്കുക. ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ട കൂടുതൽ, അതൊക്കെ സ്വാഭാവികമല്ലേ? അത് സ്വാഭാവികമായതുകൊണ്ട് അത് കോൺഗ്രസിനെ ആ ഇഷ്ടത്തിൽ നിന്നും മാറ്റി നിർത്താനാവില്ല. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്, ഹൈക്കമാൻഡിൻ്റെ പിടി കെ.സി. വേണുഗോപാൽ വിട്ടുകഴിഞ്ഞാൽ, ഏതെങ്കിലും കാരണവശാൽ ഹൈക്കമാൻഡിൽ ഇപ്പോഴുള്ള സ്വാധീനം കെ.സി. വേണുഗോപാൽ ഇല്ലാതിരുന്നാൽ ഇതേ സ്നേഹം കെ.സി. വേണുഗോപാലോട് കാണുമോ, ഫ്ലക്സ് വെക്കാനൊക്കെയുള്ള സ്നേഹം കാണുമോ എന്ന് ഉറപ്പിച്ച് പറയാനാവില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തെ നമുക്ക് അങ്ങനെ മാത്രമേ ഇതിനു മുമ്പ് അങ്ങനെയായിരുന്നു. ശ്രീജിത് പണിക്കർ, അങ്ങനെ വരികയാണെങ്കിൽ കെ.സി. വേണുഗോപാൽ ഇഷ്ടം ഇനി വി.ഡി. സതീശന് ഇഷ്ടമായി പരിണമിക്കുമോ എന്നുള്ള കാര്യം കൂടിയാണല്ലോ. നോക്കൂ, ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ പക്ഷം എന്ന് പറയുന്നതോ ഗ്രൂപ്പ് എന്ന് പറയുന്നതോ അക്സെപ്റ്റബിൾ അല്ലാത്ത വാക്കുകളായതുകൊണ്ടാണ് ആ രീതിയിലത്തേക്ക് പറയുന്നത്. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ വാദിക്കുകയാണ് എങ്കിൽ അതിൽ നമ്മൾ ആ ആളിൻ്റെ പക്ഷത്താണ് എന്ന് പറയുന്നത് നെഗറ്റീവ് സെൻസിൽ കാണേണ്ടതില്ല. ഇപ്പോൾ എനിക്ക് ഓർമ്മയുള്ളത്, ഈ നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ശ്രീ രാഹുൽ ഈശ്വർ ചർച്ചകളിൽ പങ്കെടുക്കുന്ന സമയത്ത് ദിലീപ് അനുകൂലി എന്നാണ് എഴുതി വെച്ചിരുന്നത്. അതേപോലെ ശ്രീ ഹരി ഒരു കെ.സി. അനുകൂലി എന്ന രീതിയിലത്തേക്ക് പറയാനുള്ള ആ വാക്ക് അദ്ദേഹത്തിന് സ്വീകാര്യമാകുമോ? ഈ അനുകൂലി എന്ന് എഴുതി വെച്ചത് ഈ അനുകൂലി എന്ന് എഴുതി വെച്ചത് മാധ്യമങ്ങളാണ്, മനസ്സിലായില്ലേ? അദ്ദേഹമല്ല സ്വയം എഴുതി ദിലീപ് അനുകൂലി എന്ന് എഴുതിയതോ അല്ലെങ്കിൽ ശ്രീത്ത് ഒറ്റ കാര്യം, ഒരു കാര്യം പറഞ്ഞുകൊണ്ട് താങ്കൾ തുടരുക. ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, ഇതിനകത്ത് പക്ഷം ഇഷ്ടം എന്നൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു നേതാവ് ഉണ്ടാവും, എല്ലാവർക്കും അവരുടേതായ ചില ഇഷ്ടങ്ങളുണ്ടാവും. അതിനകത്ത് ഒരു തെറ്റും കാണേണ്ടതില്ല. ഇവിടെ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ വന്നവരിൽ ആരെങ്കിലും
മറുപക്ഷത്ത് നിൽക്കുന്ന ആളുകളെ മോശപ്പെടുത്താൻ അല്ലെങ്കിൽ അവരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് എന്റെ പോയിന്റ്. അത് ചെയ്തു എന്നുള്ളതാണ് എന്റെ അല്ല, ഞങ്ങളാരും ചെയ്തിട്ടില്ല. ഞാനടക്കമുള്ള ആൾ ഇവിടെ ഞാൻ എത്രയോ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ടോ? അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ചെയ്തോ? ഞാൻ പങ്കെടുത്ത ചർച്ചയിൽ ഞാൻ പറയാം. ഒന്ന്, തെരുവിൽ ചെയ്തത് നമ്മൾ കണ്ടു. രണ്ട്, ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത് രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്ന ഒരാളെന്ന നിലയിൽ എന്നെ ഈ പക്ഷങ്ങളിലുള്ള ആൾക്കാർ വിളിക്കുകയും മറുപക്ഷങ്ങളിലുള്ള ആൾക്കാരെ കുറിച്ച് ദുഷിച്ച് സംസാരിക്കുകയും ചെയ്തു. അതായത് എതിർ രാഷ്ട്രീയ കക്ഷിയിലുള്ള ഒരാളിനെ കുറിച്ച് സംസാരിക്കുന്നത് പോലെയല്ല, വ്യക്തിപരമായി ഒരാളിന്റെ ക്യാരക്ടർ അസാസിനേഷൻ, അയാളെ അബ്യൂസ് ചെയ്യുന്ന രീതിയിലത്തേക്ക് സംസാരിച്ചിരിക്കുന്ന നിയുക്ത MLA-മാരുണ്ട്. കോൺഗ്രസിന്റെ വക്താക്കളായിട്ടുള്ള ആൾക്കാരുണ്ട്. അക്കൗണ്ടബിലിറ്റിയോടുകൂടിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഗ്രൂപ്പ് അല്ലെ, ശ്രീ ഹരി പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്, നമുക്കറിയാവുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് മാന്യമല്ലാത്ത രീതിയിൽ പല ആൾക്കാരുമുണ്ട്. അതേപോലെ TV ചർച്ചകളിൽ വന്നിരുന്ന് മാന്യമായിട്ട് ഒരു പക്ഷത്തിന് വേണ്ടി വാദിക്കുകയും എന്നാൽ രഹസ്യമായി മറ്റു പക്ഷത്തുള്ള ആൾക്കാരെ ദുഷിപ്പ് സംസാരിക്കുകയും ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ളത് എന്റെ വ്യക്തിപരമായ ബോധ്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അക്കൗണ്ടബിലിറ്റിയോടെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഗ്രൂപ്പ് എന്ന് വിളിച്ചാലും അനുകൂലി എന്ന് വിളിച്ചാലും പക്ഷമെന്ന് വിളിച്ചാലും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യാത്ത കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞൊരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. VD സതീശനെ നുണേശൻ എന്ന് വിളിച്ച് ക്യാരക്ടർ അസാസിനേഷൻ CPM നടത്തിയിരുന്നത് വോട്ടെടുപ്പ് ദിവസത്തോടു കൂടി തീർന്നു. പിന്നെ അദ്ദേഹത്തെ അവർ അധിക്ഷേപിക്കാനായിട്ട് മെനക്കെട്ടിട്ടില്ല. ആ ദിവസം മുതൽ VD സതീശനെയും അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ക്യാമ്പുകളിലുള്ള ആൾക്കാരെയും അധിക്ഷേപിക്കുന്നതിന് ശ്രമിച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ശരിയാണ്, ശരി, അത് കൃത്യമായ കാര്യമാണ്. അതായത് പിണറായി വിജയനെ തോൽപ്പിക്കുന്നതിനേക്കാൾ കഠിനമായിരുന്നു VD സതീശന് KC പക്ഷത്തെയും അതുപോലെ തന്നെ RC പക്ഷത്തെയും തോൽപ്പിക്കുന്നത്. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്തായാലും നാളെ മന്ത്രിമാരുടെ പട്ടിക പൂർണ്ണമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ലീഗിന് 5 മന്ത്രിമാരെ നൽകുന്നതിനോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നവർ 67%, ഇല്ലാത്തവർ 29%. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.